ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. ദൈവത്തിന്റെ കരുണയാലും AN അത്ഭുത കൂട്ടായ്മയുടെ സഹായത്താലും ഇന്ന് ദിവസം മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് ഷിബു. ഹായ് ശിവ ചേട്ടാ. ഹായ് 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 ശിവചേട്ടാ. ഹായ്. നമ്മള് സാധാരണ നിലയില് ഈ AA കംസ് ഓഫ് ഏജ് എന്ന പുസ്തകത്തില് പരാമർശിക്കുന്ന ചില ആളുകളുടെയും ചില സംഭവങ്ങളുടെയും ഒരു വിശദീകരണമാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പൊ ഇന്നും ഞാൻ അതിനു വേണ്ടി തന്നെയാണ് മുതിരുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയും അതിന് മുമ്പത്തെ ആഴ്ച റൂത്ത് ഹോക്കിന്റെ ആൽക്കഹോളിക്സ് അനോണിമസിലുള്ള കാഴ്ചപ്പാടിനെ പറ്റിയൊക്കെ അവർ വിവരിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. അതോടൊപ്പം അവർ പറഞ്ഞ 2-3 ആർട്ടിക്കിളുകൾ ഉണ്ട്. അതിൽ 2 ആർട്ടിക്കിളെ പറ്റി ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. അതിനുശേഷം അവർ പറഞ്ഞ ജാക്ക് അലക്സാണ്ടറിന്റെ ഒരു ലേഖനമുണ്ട്. ഒരു പക്ഷേ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ജന്മത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു സൃഷ്ടിക്ക് ശേഷം ഏകദേശം 1941 ആയപ്പോഴേക്കും ഒരു വമ്പൻ കുതിപ്പും ഒരു വളർച്ചയും നൽകാൻ വേണ്ടി സഹായിച്ച ഒരു പ്രമുഖ ലേഖനമാണ് ഈ പറയുന്ന ജാക്ക് അലക്സാണ്ടറിന്റെ ലേഖനം. അപ്പം എങ്ങനെയാണ് അത് രൂപീകരിച്ചെന്ന് വെച്ചാൽ നമുക്കറിയാം, ബിൽഡബ്ല്യു ഒരു മികച്ച സെയിൽസ്മാൻ ആണ്. ഒരു പ്രൊഡക്റ്റ് എങ്ങനെ വിറ്റഴിയണമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആൽക്കഹോളിക്സ് അനോണിമസിനെ പറ്റി അറിഞ്ഞ ജഡ്ജ് കാർട്ടിസ് ബോക്ക് എന്ന് പറയുന്ന സാറ്റർഡേ ഈവനിങ് പോസ്റ്റിന്റെ അല്ലെങ്കിൽ ആ പത്രത്തിന്റെ പത്രാധിപർ 2 ആൽക്കഹോളിക്സ് അനോണിമസ് അംഗങ്ങളിൽ നിന്നാണ് എയെ പറ്റി അറിയുന്നത്. അപ്പൊ അയാൾക്ക് ഈ ഓർഗനൈസേഷനെ പറ്റി കൂടുതൽ അറിയുന്നതിലേക്കായി ബിൽഡബ്ല്യുമായി ബന്ധപ്പെടുന്നുണ്ട്. അപ്പോ അയാള് ജഡ്ജ് കാർട്ടിസ് ബോക്ക് ഈ കഥകള് അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിലെ ആളുകൾ പറയുന്ന കഥകള് എന്താണെന്നും ഈ ഓർഗനൈസേഷൻ എന്താണെന്നും വിവരിക്കാനായിട്ട് തങ്ങളുടെ പത്രാധിപരായ ജാക്ക് അലക്സാണ്ടറെ ചുമതലപ്പെടുത്തുവാണ്. ഇപ്പൊ ജാക്ക് അലക്സാണ്ടർ ആ കാലത്ത് ഏറ്റവും മികച്ച പത്രാധിപരാണ്. ജാക്ക് അലക്സാണ്ടർ ബിൽഡബ്ല്യു നമ്മുടെ AS സ്ഥാപകനായ ബിൽഡബ്ല്യുവിന്റെ മായി ബന്ധപ്പെട്ട് AAയുടെ അന്ന് വരെയുള്ള റെക്കോർഡുകൾ ഏകദേശം 1941 ആയപ്പോഴത്തേക്കും നമുക്കറിയാം 35 എന്നുവെച്ചാൽ 5-6 വർഷമായിട്ടുള്ളൂ. അപ്പോഴത്തേക്കുള്ള AAയിലെ മൊത്തത്തില് ഉള്ള വികസനവും എത്ര അംഗങ്ങളുണ്ടെന്നുള്ള റെക്കോർഡുകളെല്ലാം ബിൽഡബ്ല്യുവിന്റെ കയ്യിൽ നിന്ന് സംഘടിപ്പിക്കുകയാണ്. അത് മാത്രമല്ല, AA മീറ്റിംഗ് നടക്കുന്ന സ്ഥലങ്ങളിൽ സന്ദർശിക്കാനും അയാളെ ബിൽഡബ്ല്യു അനുവദിക്കുകയും പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്തു. അതുകൂടാതെ നമ്മുടെ AA അംഗങ്ങളുമായിട്ടുള്ള നേരിട്ടുള്ള ചില ഇന്റർവ്യൂകൾ അയാൾ നടത്തി. കൂടാതെ നോൺ ആൽക്കഹോളിക്സ് ട്രസ്റ്റുകളായി, നമുക്കറിയാം ഇന്നത്തെ ജനറൽ സർവീസ് ബോർഡ് എന്ന ആൽക്കഹോളിക് ഫൗണ്ടേഷൻ ആണ്. അതിലെ നോൺ ആൽക്കഹോളിക് ട്രസ്റ്റുകളുമായിട്ട് മുഖാമുഖം ഇയാള് ഇന്റർവ്യൂകൾ സംഘടിപ്പിച്ചു. ജനുവരി 4, 1941 ജാക്ക് അലക്സാണ്ടർ എഴുതിയ ആർട്ടിക്കിള് വായിക്കാനായിട്ട് ആദ്യം ബിൽഡബ്ല്യുവിന് അയച്ചു കൊടുക്കുകയാണ്. ജനുവരി 6, 1941 ബിൽഡബ്ല്യു ഈ ആർട്ടിക്കിളെല്ലാം വായിച്ചതിന് ശേഷം നമ്മുടെ ജാക്ക് അലക്സാണ്ടറിന് തിരിച്ച് ഒരു മറുപടി കത്ത് എഴുതുന്നുണ്ട്. അതെങ്ങനെയാണ്: സാറ്റർഡേ പോസ്റ്റിനോടും താങ്കളോടും ഞാൻ എത്രമാത്രം നന്ദി പറയണമെന്നറിയില്ല. എല്ലാവർക്കും വേണ്ടി താങ്കളോടും പത്രത്തോടും ഞാൻ നന്ദി പറയുന്നു. താങ്കളുടെ പേന കൊണ്ടും സാറ്റർഡേ പോസ്റ്റ് എന്ന പ്രസിദ്ധീകരണം കൊണ്ടും ഈ പ്രസ്ഥാനത്തെ എടുത്തുയർത്തും. ഒരുപാട് നാൾ താങ്കൾ AAയുടെ ടോസ്റ്റും കൊക്കോക്കോളയുമായി മാറും. അപ്പൊ നമുക്കറിയാം, അതൊരു ഫ്രേസാണ്. കാരണം അയാളെ പറ്റി നമ്മുടെ AA മീറ്റിങ്ങുകളിൽ സംസാരിക്കും എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുക. ഇപ്പൊ ജാക്ക് അലക്സാണ്ടറിന് ലേഖനം ഒരു ചെറിയൊരു കത്ത് എഴുതുവാണ് അങ്ങനെ അത് പറഞ്ഞുകൊണ്ട്. അപ്പൊ മാർച്ച് 1, 1941 സാറ്റർഡേ ഈവനിങ് പോസ്റ്റ് ധാരാളം കുടിയന്മാർക്കായി മദ്യപാനത്തിൽ നിന്ന് സ്വതന്ത്രമാക്കാൻ സഹായിക്കുകയും ഇപ്പോൾ അവർ മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുന്നു. ഈ ആർട്ടിക്കിൾ പ്രസിദ്ധീകരിച്ച ശേഷം ധാരാളം അന്വേഷണങ്ങൾ വെള്ളപ്പാച്ചിൽ പോലെ വന്നു. നമുക്കറിയാം, മറ്റ് 2 ആർട്ടിക്കിൾ വരുന്നതിനേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വന്നത് ഈ പത്രത്തിൽ സാറ്റർഡേ ഈവനിങ് പോസ്റ്റിൽ ഈ ലേഖനം പ്രസിദ്ധീകരിച്ചതിന് ശേഷമാണ്.
അപ്പോൾ നമുക്ക് ഹേയ ഹെഡ്ക്വാർട്ടേഴ്സിൽ റൂത്ത് ഹോക്ക് അടങ്ങുന്ന ചെറിയ ഒരു സ്റ്റാഫ് അംഗങ്ങളുള്ളൂ. ഇപ്പോൾ നമ്മളതിനെ ജനറൽ സർവീസ് ഓഫീസ് എന്നാണ് വിളിക്കുക. പക്ഷെ ആ അംഗങ്ങളെല്ലാം വളരെയധികം തിരക്കിലായി. കാരണം മാർച്ച് 12 റൂത്ത് ഹോക്ക് എയുടെ ആദ്യ നോൺ ആൽക്കഹോളിക് സെക്രട്ടറി ആയിട്ടുള്ള റൂത്ത് ഹോക്ക് ഡോക്ടർ ബോബിന് കത്തെഴുതുന്നുണ്ട്. അവൾ പറയുന്നത് ഏകദേശം 918 അന്വേഷണങ്ങൾ വന്നതിൽ 12 ദിവസം കൊണ്ട് മറുപടി കത്തെഴുതി എന്നുള്ളതാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ മാത്രമല്ല, സാറ്റർഡേ ഈവനിങ് പോസ്റ്റിലും ധാരാളം കത്തുകൾ അന്വേഷണങ്ങളായിട്ട് വന്നു. മാർച്ച് 26, 1941 ആ ആർട്ടിക്കിളിന് പിന്നിലുണ്ടായ ശക്തിയെപ്പറ്റി സാറ്റർഡേ പോസ്റ്റ് തന്നെ ഒരു ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ചു. ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന പേരിൽ ജാക്ക് അലക്സാണ്ടർ പ്രസിദ്ധീകരിച്ച ആർട്ടിക്കിളിന് ശേഷം ധാരാളം പോസ്റ്റുകൾ അവരുടെ മെയിൽ ബോക്സ് നിറഞ്ഞുവെന്നും വായനക്കാർക്ക് ധാരാളം അന്വേഷണങ്ങളുമായി അവരെ ബന്ധപ്പെട്ടുവെന്നും അവരുടെ നഗരത്തിലെ വിവിധ ബ്രാഞ്ചുകളിലും അവരുടെ ഗ്രൂപ്പുകളിലും എന്താണ് ഇവരെ കോണ്ടാക്ട് ചെയ്യേണ്ടത്, ഇത്തരം ഗ്രൂപ്പുകൾ ഞങ്ങളുടെ സിറ്റികളിൽ സംഘടിപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ധാരാളം കത്തുകൾ എഴുതി എന്ന് പറഞ്ഞുകൊണ്ട് ആ ബുള്ളറ്റിൻ സാറ്റർഡേ പോസ്റ്റിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനുശേഷം ഏകദേശം 8 വർഷങ്ങൾക്ക് ശേഷം BW ജാക്ക് അലക്സാണ്ടറിന് വീണ്ടും ഒരു കത്ത് എഴുതുകയാണ്. അതായത് 41 ഇത് പ്രസിദ്ധീകരിക്കുന്നു. ഏകദേശം 1950 ആയപ്പോഴത്തേക്കും ജൂൺ 8, 1949 ആ കത്ത് എഴുതുന്നത്. അതായത് ജാക്ക് അലക്സാണ്ടറിനോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങളിപ്പോൾ ഏതായാലും ഒരു ആർട്ടിക്കിൾ പ്രസിദ്ധീകരിച്ചു, അപ്പോൾ ഒരു ഫോളോ അപ്പ് ആർട്ടിക്കിൾ, അതായത് ഇത്രയും വർഷങ്ങളായി എന്താണ് എക്ക് സംഭവിച്ചത്, എങ്ങനെയുണ്ട് എയുടെ സക്സസ് റേറ്റ് എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു ആർട്ടിക്കിൾ എഴുതാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. അതിന് അദ്ദേഹം എഴുതുന്ന കത്തിൽ പറയുന്നത്, താങ്കൾക്ക് സ്വല്പം സമയമുണ്ടെങ്കിൽ ഞാൻ ഫിലാഡൽഫിയയിലുള്ള താങ്കളുടെ അടുത്ത് വന്ന് താങ്കളെ കാണണമെന്നുണ്ട്. എയുടെ ശൈശവ ഘട്ടത്തില്, അതായത് ഏകദേശം 8 വർഷങ്ങൾക്ക് മുമ്പ് താങ്കളുടെ ലേഖനം എയെ വലിയ ഒരു മുന്നേറ്റമായി മാറി. സാറ്റർഡേ ഈവനിങ് പോസ്റ്റിൽ വന്ന ആ ആർട്ടിക്കിൾ വായിച്ച് അനേകം ആളുകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അവരുടെ ജീവിതവും താങ്കളുടെ പോസ്റ്റിനോട്, അതായത് സാറ്റർഡേ പോസ്റ്റിനോട് കടപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴത്തെ കാലത്ത് എയെ വളരെ ചുരുക്കമായിട്ട് പരസ്യം ആവശ്യപ്പെടാറുള്ളൂ. ഇപ്പോഴും ഞങ്ങൾക്ക് വളരെ കുറച്ച് അളവ് അംഗങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം ഞങ്ങളുടെ അനോണിമിറ്റി കാരണമാണ് ആ കാര്യത്തിൽ ഇത്രയും വൈഡായിട്ട് നമ്മൾ പരസ്യമൊന്നും ചെയ്യാറില്ല എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ BW പരാമർശിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അതിന് ഒരു എക്സംഷൻ കൊടുക്കണം. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ കത്ത് എഴുതുന്നതെന്ന് വെച്ചാൽ, നിങ്ങളൊരു മറ്റൊരു ഭാഗം കൂടി ഞങ്ങളെക്കുറിച്ച് എഴുതാമോ? പൊതുസമൂഹത്തിന് ഞങ്ങളെക്കുറിച്ച് വളരെ ചുരുക്കമേ അറിയൂ. അവർക്ക് നമ്മുടെ ഉള്ളിലെ കാഴ്ച, അതായത് ഇൻസൈഡ് ഓഫ് എ എന്നുള്ള രീതിയിൽ ഒരു ഭാഗം എഴുതാമോ എന്ന് ആവശ്യപ്പെടുകയാണ്. ഇപ്പോ BW പിന്നെയും പറയാണ്, താങ്കൾ എഴുതിയ ലേഖനം വെച്ച് ധാരാളം ആളുകൾ മോചനം പ്രാപിക്കുകയും ഇപ്പോൾ എ നന്നായി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ റിക്കവറി റേറ്റ് വളരെ കൂടുതലായിട്ടാണ്, നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നം അതല്ല, ഐക്യം എന്ന് പറയുന്ന കാര്യം മുറുകെ പിടിച്ചുകൊണ്ട് തുടർച്ചയായി ഈ ലോകത്തിലെ എല്ലാ കുടിയനിലേക്കും ഈ ആശയം ലഭിക്കാനായി പ്രവർത്തിക്കാനുള്ള അവസ്ഥയില്ലാത്തതാണ്. അപ്പൊ ഐക്യത്തിന്റെ ഒരു കുറവാണ് BW അവിടെ സൂചിപ്പിക്കുക. അപ്പോൾ പത്രാധിപർ അവിടെയുള്ള ഒരു ലേഖകൻ ജോൺ ക്യൂവിന് ഒരു കത്ത് ജോൺ ക്യൂവിനെ എങ്കിലും ഇവിടെ വിട്ടുകൊണ്ട് ഒരു ഇൻസൈഡ് വ്യൂ അല്ലെങ്കിൽ ഒരു ഉൾക്കാഴ്ച, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരു ഉൾക്കാഴ്ച ലഭിക്കുന്നതിലേക്കായി എ എന്ത് ചെയ്യുന്നു, എന്തൊക്കെ ചെയ്യുന്നില്ല, പിന്നെ വ്യക്തികൾ, അതായത് ആൽക്കഹോളിക്സ് അനോണിമസ് അടങ്ങിലെ അംഗങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചൊക്കെ, അല്ലെങ്കിൽ അതിന്റെ പരസ്പര ബന്ധം തുടരുന്നതിന്റെ ആവശ്യകതയെ പറ്റിയൊക്കെ പറയുന്നതിലേക്കായി ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് പോലെ സാറ്റർഡേ ഈവനിങ് പോസ്റ്റില് ഞങ്ങളുടെ ഭാവിക്കായിട്ട് ഒരു കത്തെഴുതണം. അങ്ങനെ എഴുതിയാല് അംഗങ്ങൾ ഒരിക്കലും പിന്നോട്ട് പോകാതിരിക്കാൻ അത് സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് BW ജാക്ക് അലക്സാണ്ടർക്ക് 1949 കത്തെഴുതാണ്. അപ്പോ ജാക്ക് അതിന് BWന് മറുപടി കൊടുത്തത്, രണ്ടാമതൊരു ആർട്ടിക്കിൾ എഴുതത്തക്ക രീതിയിലുള്ള മെറ്റീരിയൽ എൻ്റെ കയ്യിലില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആർട്ടിക്കിൾ എഴുതുമ്പോൾ അത് ജസ്റ്റിഫൈ ചെയ്യുന്ന, അല്ലെങ്കിൽ നീതിയുക്തമായി എഴുതാൻ എനിക്കാകില്ല. അതാണ് രണ്ടാമതൊരു ആർട്ടിക്കിൾ എഴുതാൻ ഞാൻ നോക്കാത്തത്. നോക്കൂ,
ബില്ലിനോട് പറയാണ്, നോക്കൂ ബിൽ, എ ബലൂൺ പോലെ വീർത്ത് പന്തലിച്ചിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കണക്കെടുക്കാൻ പാകത്തിന് ധാരാളം ആളുകളുണ്ട്. എയുടെ അടിസ്ഥാന കഥയും ആൽക്കഹോളിക്കിന്റെ മനഃശാസ്ത്രവും എ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതും സ്റ്റെപ്സ് അയാളുടെ കുടിയെ എങ്ങനെ തടഞ്ഞു നിർത്തുന്നു എന്നുള്ളതെല്ലാം അങ്ങനെ തന്നെ തുടരുകയാണ്. അതുകൊണ്ട് അത് മതിയാകുമെന്ന് ഞാൻ കരുതുകയാണ്. നമുക്കറിയാം, ബിൽ ഡബ്ല്യു അങ്ങനെ ഒരു സംഗതിക്ക് എടുത്ത് പുറപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും അത് പ്രസിദ്ധീകരിക്കാനായിട്ടോ അല്ലെങ്കിൽ അതിന്റെ പുറകെ നടക്കും. അപ്പോൾ ജാക്ക് അലക്സാണ്ടർ ബിൽ ഡബ്ല്യു വീണ്ടും 1949 തന്നെ വീണ്ടും ഒരു കത്തെഴുതാണ്. ഡിസംബർ 13, 1949 ജാക്ക് അലക്സാണ്ടറിന് വീണ്ടും കത്തെഴുതുന്നത്. എയുടെ മൂവ്മെന്റിനെ പറ്റി, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു മൂവ്മെന്റിനെ പറ്റിയുള്ള അല്ലെങ്കിൽ പ്രധാന പോയിന്റുകളായിട്ട് എക്ക് സംഭവിച്ച കുറെ കാര്യങ്ങൾ അദ്ദേഹം എഴുതുകയാണ്. അതിൽ പ്രധാനപ്പെട്ടതായിട്ട് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ നിന്ന് എന്തുകൊണ്ട് ആൽക്കഹോളിക്സ് അനോണിമസ് പിരിഞ്ഞു, റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ നമുക്ക് അത് സ്വയം പര്യാപ്തതയിലേക്ക് മാർഗമായിട്ട് നമുക്കറിയാം, നമ്മുടെ സ്വയം പര്യാപ്തതയാകുന്നതിന്റെ പ്രാധാന്യം നമ്മൾ വ്യക്തമാക്കി തന്നത് നമുക്കറിയാം. നമ്മുടെ പണം കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണമെന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചത് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ ആണ്. അപ്പൊ അതിനെപ്പറ്റി എല്ലാം പറഞ്ഞുകൊണ്ട് ഒരു കത്ത് എഴുതുകയാണ്. പിന്നെ നമ്മുടെ ആൽക്കഹോളിക് ഫൗണ്ടേഷനെ പറ്റിയും ഇപ്പോഴത്തെ ജനറൽ സർവീസ് ഓഫീസിനെ പറ്റിയും ബുക്കിലെ ആദ്യത്തെ 2 ചാപ്റ്ററിനെ പറ്റിയും വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കത്തുകൾ എഴുതുന്നത്. തുടർച്ചയായിട്ടുള്ള കുറെ മാസങ്ങൾ ബിൽ ഡബ്ല്യു ജാക്ക് അലക്സാണ്ടറിനെ ഈ ആർട്ടിക്കിൾ എഴുതാൻ പ്രേരിപ്പിച്ചുകൊണ്ട് തന്നെ കത്തുകൾ എഴുതി. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പല വിവരങ്ങളും ശേഖരിച്ചു. അവസാനം 8 മാസങ്ങൾക്ക് ശേഷം ബിൽ ഡബ്ല്യുവിന്റെ ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ബിൽ ഡബ്ല്യു കൊടുത്ത മെറ്റീരിയലുകളെല്ലാം വെച്ചുകൊണ്ട് ജാക്ക് അലക്സാണ്ടർ ഒരു ആർട്ടിക്കിൾ എഴുതാമെന്ന് ആവശ്യപ്പെട്ടു. ആ ആർട്ടിക്കിളിന്റെ പേരാണ് ദ ഡ്രങ്കാർഡ് ബെസ്റ്റ് ഫ്രണ്ട്, കുടിയന്മാരുടെ നല്ല കൂട്ടുകാരൻ എന്ന രീതിയിൽ ഏപ്രിൽ 1, 1950 സാറ്റർഡേ ഈവനിങ് പോസ്റ്റിൽ വീണ്ടും പ്രസിദ്ധീകരിക്കുകയാണ്. അപ്പൊ ദ ഡ്രങ്കാർഡ് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ആ ലേഖനം വീണ്ടും ജാക്ക് അലക്സാണ്ടറുടെ ആദ്യത്തെ ലേഖനം പോലെ തന്നെ അമേരിക്കയിലെ വിവിധ സ്ഥലങ്ങളിലും പുറം രാജ്യങ്ങളിലും എല്ലാം വ്യാപിക്കുകയും കൂടുതൽ അംഗങ്ങൾ എത്തിച്ചേരുകയും ഏപ്രിൽ 22, 1950 ബെൻ ബിബ്സ് എന്ന് പറയുന്ന എഡിറ്റർ, സാറ്റർഡേ ഈവനിങ് പോസ്റ്റിന്റെ എഡിറ്ററോട് ബിൽ ഡബ്ല്യു വീണ്ടും കത്തെഴുതിയപ്പോഴാണ് ജാക്ക് അലക്സാണ്ടറിനെയും സാറ്റർഡേ ഈവനിങ് പോസ്റ്റിനെയും പുകഴ്ത്തിക്കൊണ്ട് തന്നെ ബിൽ ഡബ്ല്യു അദ്ദേഹത്തിനോട് പറയുന്നുണ്ട്. അപ്പോൾ ജാക്ക് അലക്സാണ്ടറും അദ്ദേഹത്തിന്റെ സാറ്റർഡേ ഈവനിങ് പോസ്റ്റും അല്ലെങ്കിൽ ഡ്രങ്കാർഡ്സ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ കുടിയന്റെ കൂട്ടുകാരൻ വീണ്ടും പ്രവർത്തിച്ചു. ഈ സന്തോഷകരമായ സാഹചര്യം ഒരുക്കി തന്ന ജാക്കിനോടും എയിലെ ഓരോ മനുഷ്യനും നന്ദിയുള്ളവനാണ്. ഏകദേശം 10,000 ആൽക്കഹോളിക്കിനും കുടുംബത്തിനുമാണ് സന്തോഷം തിരികെ നൽകിയത്. 9 വർഷം മുമ്പ് നിങ്ങൾ പ്രസിദ്ധീകരിച്ച അതേ ആർട്ടിക്കിൾ പ്രസിദ്ധീകരിച്ച പോലെ തന്നെ രണ്ടാമതും ഈ ആർട്ടിക്കിൾ പ്രസിദ്ധീകരിച്ചതുകൊണ്ട് എങ്ങനെ നന്ദി പറയാതിരിക്കാനാകും. അപ്പൊ ആദ്യത്തെ അവസ്ഥ തന്നെയാണ് രണ്ടാമത്തെ ആർട്ടിക്കിൾ പ്രസിദ്ധീകരിച്ചു എക്ക് ഉണ്ടാക്കി തന്നത്. ഈ ലോകം മുഴുവനും ഒരു കാലത്ത് ജാക്ക് അലക്സാണ്ടറിനെയും സാറ്റർഡേ ഈവനിങ് പോസ്റ്റിനെയും നിങ്ങൾ ചെയ്ത ഈ വലിയ പൊതുജന സേവനത്തെയും ഓർക്കാതിരിക്കില്ല. അതൊരു വലിയ കാര്യമാണ്, നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ബിൽ ഡബ്ല്യു കത്ത് എഴുതുന്നുണ്ട്. അപ്പൊ ജാക്ക് അലക്സാണ്ടർ ബെൻ ബിബ്സ് എഡിറ്ററായിട്ട് ആദ്യമേ ഞാൻ പറഞ്ഞു, ജസ്റ്റിസ് കർട്ടിസ് എന്ന് പറയുന്ന ആളാണ് അതിന്റെ പ്രധാന പത്രാധിപര്. രണ്ടാമത്തെ ആർട്ടിക്കിൾ പ്രസിദ്ധീകരിക്കുമ്പോൾ ബെൻ ബിബ്സ് ആണ് അതിന്റെ എഡിറ്റർ. അപ്പോൾ ജാക്ക് അലക്സാണ്ടർ 1975 മരിച്ചു. അവിടെ ശിലാഫലകത്തില് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ന്യൂസ് പേപ്പർമാൻ, അതായത് പത്രക്കാരൻ, ആൽക്കഹോളിക്സ് അനോണിമസിനെ ഒരു മേജർ ഓർഗനൈസേഷനാക്കി മാറ്റിയ, ആർട്ടിക്കിൾ എഴുതിയ ആൾ, അല്ലെങ്കിൽ അത് പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് എഴുതിയ ആൾ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം ഇപ്പോഴും ജാക്ക് അലക്സാണ്ടറുടെ ആർട്ടിക്കിൾ ആവശ്യപ്പെട്ടുകൊണ്ട് പലരും GSOയെ സമീപിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് GSOയുടെ വെബ്സൈറ്റിൽ തന്നെ ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി അടുത്തതായിട്ട് ജാക്ക് അലക്സാണ്ടറുടെ ലേഖനത്തിലേക്ക് പോവുകയാണ്. 1941 മാർച്ച് മാസം 1-ാം തീയതിയാണ് സൺഡേ ഈവനിങ് പോസ്റ്റിൽ, അതായത് ഞായറാഴ്ച വൈകുന്നേരമാണ് ഈ പത്രം ഇറങ്ങുന്നത്. അമേരിക്കയിലെ തന്നെ ദേശീയ ഒരു ദിനപത്രമാണ് ഈ സാറ്റർഡേ ഈവനിങ് പോസ്റ്റ്.
ജാക്ക് അലക്സാണ്ടറാണ് അത് എഴുതിയതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ആൽക്കഹോളിക്സ് അനോണിമസിനെ പറ്റിയാണ് ഈ ലേഖനം എഴുതിയത്. അതുകൊണ്ട് തന്നെ ഈ ലേഖനം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ വളർച്ചയുടെ ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ലായിട്ട് മാറി. ഈ ലേഖനത്തിന് തൊട്ടു മുമ്പ് മറ്റൊരു ലേഖനം വന്നിരുന്നു. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്. എങ്കിലും ജാക്ക് അലക്സാണ്ടറുടെ എ കൂട്ടായ്മയിലൂടെ സുബോധാവസ്ഥ നേടിയ ഒരു കൂട്ടം സ്ത്രീ പുരുഷന്മാരുടെ ഈ ലേഖനം ദേശീയവും അന്തർദേശീയവുമായ തലത്തിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. എ കൂട്ടായ്മയ്ക്ക് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന ഈ ഫെലോഷിപ്പിന് പൊതുസമൂഹത്തിൽ വലിയൊരു സ്ഥാനവും മതിപ്പും നേടിക്കൊടുത്തു. എയുടെ സ്ഥാനം പൊതുസമൂഹത്തിൽ അരക്കെട്ട് ഉറപ്പിക്കുവാനായിട്ട് ജാക്ക് അലക്സാണ്ടറിന്റെ ഈ ലേഖനം വളരെയധികം സഹായിച്ചു. ഏകദേശം 6 വർഷങ്ങൾക്ക് മുമ്പ്, കാരണം 1941 നമ്മുടെ ഇത് ലേഖനം വരുന്നത്. അതിന് തൊട്ട് 6 വർഷം മുമ്പാണ് എ ഉണ്ടായത്. ഏകദേശം 6 വർഷങ്ങൾക്ക് മുമ്പ് എക്കുണ്ടായ വളർച്ചയെ സൂചിപ്പിക്കുന്നതാണ് പ്രസ്തുത ലേഖനം. 1941 ആയപ്പോഴത്തേക്കും ഏകദേശം 2000-ഓളം അംഗങ്ങളാണ് ആൽക്കഹോളിക്സ് അനോണിമസിൽ ഉണ്ടായിരുന്ന സ്ത്രീകളും പുരുഷന്മാരും അടങ്ങിയ 2000-ഓളം പേരാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇത് എഴുതുന്ന സമയത്ത് 61,000-ൽ പരം ഗ്രൂപ്പുകളിലായി അമേരിക്ക, കാനഡ, മറ്റ് 180 രാജ്യങ്ങളിലായി 20,000-ഓളം അംഗങ്ങൾ സ്ഥിരമായി മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നു. 2 ലക്ഷത്തോളം അംഗങ്ങളാണ്. 2 ലക്ഷത്തോളം അംഗങ്ങൾ സ്ഥിരമായി മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നു. എളിമ, വിനയം, സേവന തൽപരതയുമായി മുന്നേറുന്ന എ പ്രോഗ്രാമിനെ പറ്റിയാണ് ജാക്ക് അലക്സാണ്ടർ ഈ ആർട്ടിക്കിളിലൂടെ റിപ്പോർട്ട് ചെയ്തത്. ഈ റിപ്പോർട്ടിന് ശേഷമുള്ള എയുടെ വളർച്ച വളരെ പെട്ടെന്നും അത്ഭുതമായിരുന്നു. മറ്റ് അമിത മധ്യാസക്തിക്കുള്ള നിസ്വാർത്ഥ സേവനം ഇന്നും എയുടെ മുഖമുദ്രയും മൂലക്കല്ലുമായിട്ട് പ്രവർത്തിക്കുന്നു. എയുടെ ആദ്യകാല പ്രവർത്തനങ്ങളെ പറ്റി അറിയാൻ താല്പര്യമുള്ള പഴയതും പുതിയതുമായ അംഗങ്ങൾക്ക് വേണ്ടി ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ജനറൽ സർവീസ് ഓഫീസ് വീണ്ടും ഒരു പാംലെറ്റ് രൂപത്തിൽ ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എ കൂട്ടായ്മ നിലവിൽ വന്ന് 6 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ലേഖനം പ്രസിദ്ധീകരിക്കപ്പെട്ടതെന്ന് ഞാൻ പറഞ്ഞു. ഇതുകൊണ്ട് തന്നെ അംഗങ്ങളുടെ എണ്ണം, വർഷം, സമയ ക്രമീകരണങ്ങളെല്ലാം ആ കാഴ്ചപ്പാടിലാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഈ പാംലെറ്റിന്റെ 15-16 പേജുകളിൽ ജോൺ ഡി റോക്ക്ഫെല്ലർ എന്ന എക്ക് ചെയ്തു തന്ന സഹായങ്ങളെ പറ്റി വിവരിക്കുന്നുണ്ട്. വലിയ അളവിലുള്ള ഒരു സഹായമായിരുന്നില്ല എങ്കിൽ കൂടി ശൈശവാവസ്ഥയിലായിരുന്ന എക്ക് അത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. പ്രത്യേകിച്ച് അത് സാമ്പത്തികത്തെ കുറിച്ചുള്ളതായിരുന്നു. സാമ്പത്തിക കാര്യങ്ങളിൽ സ്വയം പര്യാപ്തത പാലിക്കണമെന്ന് എയെ പഠിപ്പിച്ചിട്ടുള്ള റോക്ക്ഫെല്ലറിന്റെ അദ്ദേഹത്തിന്റെ തീരുമാനം ഒരുപക്ഷെ അദ്ദേഹം നമുക്ക് തരാനിരുന്ന സാമ്പത്തിക സഹായത്തിനേക്കാൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ വളർച്ചയെ വളരെയധികം സഹായിച്ചു എന്ന് വേണം കരുതാനായിട്ട്. ഇന്ന് ലോകമെമ്പാടുമുള്ള പ്രവർത്തനങ്ങൾ അംഗങ്ങളുടെ സംഭാവനകളിൽ നിന്നും ബുക്കുകളുടെ വിൽപ്പനയിൽ നിന്നുമാണ് നടത്തപ്പെടുന്നത്. എയുടെ ജനറൽ സർവീസ് ഓഫീസ് കൂടുതൽ വലിപ്പമുള്ള കെട്ടിടങ്ങളിലാണ് ഇന്നുള്ളത്. മദ്യാസക്തരല്ലാത്തവരെയും സേവനങ്ങൾക്കായിട്ട് അവിടെ നിയമിക്കുന്നുണ്ട്. നമുക്കറിയാം, ആൽക്കഹോളിക് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ജനറൽ സർവീസ് ബോർഡിൽ 21 ട്രസ്റ്റികളാണുള്ളത്. അതിൽ 7 പേര് നോൺ ആൽക്കഹോളിക്കുകളാണ്. എയുടെ ഘടന 1944 ജാക്ക് അലക്സാണ്ടർ കണ്ടെത്തിയതുപോലെ തന്നെ ഇന്നും വളരെ ലളിതമായിട്ട് തുടരുന്നു. ഇപ്പൊ ഈ ലേഖനത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹം പറയുന്നത് ഫിലാഡൽഫിയയിലുള്ള ജനറൽ ആശുപത്രിയുടെ സൈക്കോപതിക് വാർഡിലുണ്ടായിരുന്ന ഒരു മദ്യപാനാസക്ത രോഗിയെ പറ്റിയാണ് പറയുക. ആ രോഗിക്ക് ചുറ്റും 2-3 മനുഷ്യര് ഇരിക്കുന്നുണ്ട്. ആ മനുഷ്യരാകട്ടെ നന്നായിട്ട് ഷേവൊക്കെ ചെയ്ത് വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിച്ചവരായിരുന്നു. അവര് ഒരു മുൻപരിചയവും ഈ രോഗിയായിട്ടില്ല. ഈ രോഗിയും സന്ദർശകരും തമ്മിൽ മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല. എന്നാൽ രോഗി വളരെ ക്ഷീണിതനും വളരെ മുഖമൊക്കെ സങ്കോചം കൊണ്ടും മാനക്കേട് കൊണ്ടും നടന്നിരുന്ന ഒരു രോഗിയായിരുന്നു അയാൾ. ശരീരത്തിൽ നിന്ന് ആൽക്കഹോളിന്റെ അളവ് കുറയ്ക്കുന്ന ചികിത്സ നൽകിയതിനു ശേഷം ഫിലാഡൽഫിയയിലുള്ള ആശുപത്രിയിൽ വിശ്രമിക്കുകയാണ് ആ രോഗി. അവിടെ ഇരുന്ന രോഗിക്കും ഈ രോഗിയുടെ ചുറ്റുമിരുന്നവർക്കും വലിയ വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. നന്നായി ഡ്രസ്സ് ചെയ്തിരിക്കുന്നു എന്നതൊഴിച്ചാൽ ഇതേ അവസ്ഥയിൽ പല പ്രാവശ്യം അവിടെ ഇരുന്ന സന്ദർശകർ ആ ആശുപത്രിയിലൂടെ കടന്നു പോയിട്ടുള്ളവരായിരുന്നു. അവര് 3 പേരും മെമ്പർമാരും മദ്യപാനാസക്ത രോഗികളുമായിട്ടുള്ള അവർക്ക്
തങ്ങളുടെ മുമ്പിലുള്ള രോഗിയെ സഹായിക്കണം എന്നുള്ള ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ സന്ദർശകർ അവിടെ വന്നിരിക്കുന്നത് ഈ രോഗിയെ സഹായിക്കുക എന്ന ലക്ഷ്യമായിട്ടാണ്. അങ്ങനെ വന്നവരില് ഒരാള് മെക്കാനിക്കാണ്, ഒരാള് വക്കീലാണ്. അതായത് അവിടെ ഇരിക്കുന്ന ആൾ വക്കീലാണ്, മൂന്നാമത്തെ ആൾ പരസ്യ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഇവർ പ്രിൻസ്റ്റൺ, യേൽ, പെൻസിൽവാനിയ എന്നീ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വിദ്യാഭ്യാസം കഴിഞ്ഞവരാണ്. ഇവരിൽ ഒരാൾ 1 വർഷത്തിന് മുമ്പ് ഇതേ ആശുപത്രിയിൽ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട് ചികിത്സിക്കപ്പെട്ട ആളായിരുന്നു. രണ്ടാമത്തെ ആള് ഡി അഡിക്ഷൻ സെന്ററുകൾ തോറും കയറി ഇറങ്ങി നടന്ന് അവിടങ്ങളിലുള്ള ജോലിക്കാർ പോലും മദ്യാസക്തരെ ചികിത്സിക്കാനുള്ളവരാണെന്ന് തെറ്റിദ്ധരിച്ച് ജീവിച്ചിരുന്ന ആളാണ്. മൂന്നാമതിനാകട്ടെ 20 വർഷങ്ങളോളം മദ്യപിച്ച് നരകതുല്യമായ ജീവിതം നയിച്ചിരുന്ന ആളും സ്വന്തം ജീവിതവും വീട്ടുകാരെയും സഹപ്രവർത്തകരെയും അഭിതാമകാക്ഷികളെ എല്ലാം ജീവിതം താറുമാക്കിയിരുന്നു. കൂടാതെ അയാളുടെ ജീവിതവും അയാൾ നശിപ്പിച്ചിരുന്നു. അതായത് ആശുപത്രിയിലെ വാർഡ് മുഴുവൻ മദ്യത്തിന്റെയും മരുന്നിന്റെയും മണമായിരുന്നു. സന്ദർശകരെ പക്ഷെ ഇതൊന്നും അലട്ടിയില്ല. ഏഴക്കാറ് ഏകദേശം 20 മിനിറ്റോളം ആ രോഗിയുമായി സംസാരിച്ചതിന് ശേഷം അവരുടെ കാർഡുകൾ നൽകിയതിന് ശേഷം യാത്രയായി. അവരെ വീണ്ടും കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം ഒന്ന് ഫോൺ ചെയ്യുക എന്ന് അത്രമാത്രം അവർ പറഞ്ഞു. മദ്യപാനം നിർത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം ജോലിയെല്ലാം മാറ്റിവെച്ച് ഏതു രാത്രിയിലും വരാമെന്ന് അവർ അറിയിച്ചു. ഇനി ഫോൺ വിളിക്കുന്നില്ല എങ്കിൽ ഈ സന്ദർശനം അവസാനിച്ചതായി നിങ്ങൾ കണക്കാക്കണം. മദ്യപാനാസക്തർക്ക് മാത്രം മനസ്സിലാകുന്ന എല്ലാ കൗശലങ്ങളും അറിയാവുന്ന ആ സന്ദർശകരായിരുന്നു അവർ. ഇപ്പോ ഇവിടെയാണ് എയുടെ പ്രസക്തിയും പ്രത്യേക ശക്തിയും കുടികൊള്ളുന്നത്. മെഡിക്കൽ സയൻസ് പൂർണ്ണമായും കൈയൊഴിഞ്ഞ ഏകദേശം 2000 പേരെങ്കിലും പൂർണ്ണമായും മദ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരായിരുന്നു. ഡോക്ടർമാരും വൈദികരും ഒക്കെ ഏതാനും പേരെ മദ്യത്തിൽ നിന്ന് രക്ഷിച്ചിരുന്നു എങ്കിലും വളരെ ചുരുക്കം പേരെ സ്വമേധയാ മദ്യത്തിൽ നിന്ന് മാറി നടന്നിരുന്നുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ഇന്നും മദ്യാസക്തി എന്ന രോഗത്തെക്കുറിച്ചോ അത് പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ചോ കാര്യമായ പഠനങ്ങളോ പുരോഗതിയോ ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം. മദ്യാസക്തര് പൊതുവെ സംശയാലുക്കളും വികാരജീവികളുമാണ്. അവന്റെ മദ്യപാന വിഷയങ്ങളിൽ മറ്റുള്ളവർ ഇടപെടുന്നത് അവൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ തന്റെ മദ്യപാനം മൂലം തന്റെ ആളുകൾക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സൗകര്യപൂർവ്വം കാണാത്ത മട്ടിൽ നടക്കുന്നു. മദ്യപിന്റെ വിചാരം എന്നെങ്കിലും ഒരിക്കൽ നിയന്ത്രിച്ച് മദ്യം കഴിക്കാനാകുമെന്നാണ്. മദ്യപാനാസക്തർ അതിബുദ്ധിമാന്മാരും കൗശലക്കാരുമായിരിക്കും. തന്നെ സഹായിക്കുവാൻ ശ്രമിക്കുന്നവരോട് ഒറ്റവരോടും തർക്കത്തിൽ ഏർപ്പെടാനും തർക്കത്തിൽ അവരെ തോൽപ്പിക്കുവാനുമായിട്ട് ഈ രോഗി ശ്രമിക്കുകയും അതിൽ വിചിത്രമായ ഒരു ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്നു. നമ്മുടെ ഈ മദ്യപാന രോഗി മദ്യപിക്കുന്നതിനായി പറയുന്ന ഒരു കാരണങ്ങളും ഏഴക്കാരുടെ മുമ്പിൽ വില പോകില്ല. കാരണം നിരവധി കാരണങ്ങൾ, ന്യായീകരണങ്ങൾ എണ്ണമില്ലാതെ പറഞ്ഞവരാണ് ഈ സന്ദർശകരായിട്ട് അവിടെ വന്നിരിക്കുന്നവര്, അല്ലെങ്കിൽ ആ രോഗിയുടെ മുമ്പിൽ വന്നിരിക്കുന്നവര്. അപ്പോ ഏയിലുള്ള കുഴപ്പക്കാരായിട്ടുള്ള ചിലർ കുടിക്കുവാൻ വേണ്ടി പല കാരണങ്ങൾ നിരത്താറുണ്ട്. പക്ഷെ അവർക്കറിയാത്ത ഒരു കാര്യം, മുമ്പും ഈ പറയുന്ന അംഗങ്ങള് ഇതേ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ പല പ്രാവശ്യം പറയുകയും അത് മദ്യം ഉപയോഗിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണ്. അവരോടാണ് ഇത്തരം ന്യായീകരണങ്ങൾ ഈ രോഗികളായിട്ടുള്ള ആളുകൾ പറയുന്നത്. കുടിച്ചു ഉള്ളതിന് ഒരു കാരണം പറയുമ്പോൾ അവരുടെ 1/2 ഡസൻ ന്യായീകരണങ്ങൾ കേൾക്കേണ്ടി വരും. ഇത് കേൾക്കുമ്പോൾ പുതിയ ആള് അല്പം കുഴപ്പത്തിലാവും. സ്വയം ന്യായീകരണത്തിന് ശ്രമിക്കുന്ന രോഗി പതുക്കെ അത് ശ്രമിക്കാതെയാവും. പ്രത്യേകിച്ച് നന്നായി ഡ്രസ്സൊക്കെ ചെയ്ത, ഷേവൊക്കെ ചെയ്ത മുഖവുമായിട്ട് വരുന്ന അംഗങ്ങളെ നോക്കി കുടിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ കഷ്ടതകൾ അവർക്ക് അറിയാം. അല്ലെങ്കിൽ നിങ്ങൾക്കത് അറിയില്ല എന്നാണ് ഈ രോഗി പറയുന്നതെങ്കിലും, അവർക്കത് അറിയില്ലെന്നാണ് ഈ രോഗി പറയുന്നതെങ്കിലും തീർച്ചയായും അവർക്കറിയാം. അവരുടെ മറുപടി അവരുടേതായ അനുഭവങ്ങളുടെ ഒരു വിവരണമാണ്. പലപ്പോഴും ഇത്തരം രോഗികളെ സന്ദർശിക്കുമ്പോഴെല്ലാം അവർ പറയുന്ന ന്യായീകരണങ്ങളൊക്കെ പല പ്രാവശ്യം ഇവർ പറഞ്ഞിട്ടുള്ളതായതുകൊണ്ട് തന്നെ ഈ അനുഭവങ്ങളിലൂടെ അവർക്ക് തിരിച്ച് മറുപടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് 2 പെഗ് ബ്രാൻഡിയും വിസ്കിയും ഒക്കെ ഒന്നിച്ചു കഴിച്ചിരുന്നതും, രാവിലത്തെ ഭക്ഷണത്തിന് മുമ്പുള്ള കുടിയും, ഒരു ഭ്രാന്തൻ കുടിക്ക് ശേഷമുള്ള അസ്വസ്ഥതകളും, ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്നതിനെ പറ്റിയുള്ള ഓർമ്മക്കുറവുമെല്ലാം, ആരെങ്കിലും വണ്ടി ഇടിച്ച് വീഴിച്ചിട്ടുണ്ടോ എന്ന് പോലും ഓർക്കാൻ പറ്റാത്ത അവസ്ഥ, ഒളിച്ചു വെച്ച മദ്യക്കുപ്പികൾ, കുടിക്കുവാനുള്ള തോന്നലിൽ നിന്ന് രക്ഷപ്പെടാനായി ദിവസം മുഴുവൻ സിനിമാശാലയിൽ ചെലവഴിച്ചവർ, അല്ലെങ്കിൽ സമയം ഓഫീസിൽ നിന്നും
ചെലവഴിച്ചവർ, ഓഫീസിൽ നിന്ന് ഒളിച്ചോടി മദ്യപിച്ചവർ, കുടിമൂലം നഷ്ടപ്പെട്ട ജോലികൾ, ഭാര്യമാരുടെ പേഴ്സിൽ നിന്ന് പണം മോഷ്ടിച്ചവർ, കൂടുതൽ ലഹരി കിട്ടുവാനായി വിസ്കിയിൽ കുരുമുളക് പൊടി ഇടുന്നത്, മയക്കുമരുന്ന് ഗുളികകളുടെ ഉപയോഗം, മൗത്ത് വാഷും ഹെയർ ടോണിക്കുകളുമായുള്ളവരുടെ ഉപയോഗം, മദ്യഷാപ്പുകൾ തുറക്കുന്നതും കാത്ത് അതിന്റെ പരിസരത്ത് കറങ്ങി നടന്നവർ, കൈവറ മൂലം മദ്യം എടുത്തു കുടിക്കുവാൻ പറ്റാത്ത അവസ്ഥ വന്നവർ, ബിയർ വരുന്ന ടിന്നിൽ മദ്യമൊഴിച്ച് വിറയ്ക്കുന്ന കൈകൾക്ക് പരിഹാരം കണ്ടെത്തിയവർ, ടവൽ ഗ്ലാസിൽ കെട്ടി അതിന്റെ മറ്റേ അറ്റം കഴുത്തിൽ കെട്ടി ഗ്ലാസ് പതിയെ വലിച്ചെടുപ്പിക്കുന്നതും, കൈകൾ വിറയ്ക്കുന്നത് മൂലം പറഞ്ഞു പോകുമെന്ന് ഭയപ്പെട്ടിരുന്നവരും, കൈകളുടെ വിറ മാറ്റുവാനായി അവയ്ക്ക് മുകളിൽ മണിക്കൂറുകളോളം കയറി ഇരുന്നതും മറ്റുമായ കാര്യങ്ങളുടെ വിവരണം സാധാരണ പുതിയ ആളെ അല്പം ശാന്തനാക്കാനും കുടിയിൽ തന്റെ സ്വന്തം സഹോദരനാണെന്ന് കാണാനും പ്രേരിപ്പിക്കുന്നു. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങള് അനുഭവങ്ങൾ പറയുന്നതിനെ പറ്റിയാണ് അവിടെ പറഞ്ഞത്. നമുക്കറിയാം, കൈ വറയ്ക്കുമ്പോൾ മറ്റേ കൈ കൊണ്ട് കൈയൊക്കെ കെട്ടി നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ സംഭവിക്കുന്നതാണെന്നുള്ള രീതിയിൽ തന്നെ ജാക്ക് അലക്സാണ്ടർ 1941 എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പൊ പതിയെ അവർ തമ്മിൽ ഒരു വിശ്വാസം ഉണ്ടാക്കുന്നു. അതായത് വന്ന സന്ദർശകനും മെമ്പറും തമ്മിലൊരു വിശ്വാസം ഉണ്ടാക്കുന്നു. ഈ വിശ്വാസം ഡോക്ടർമാർക്കോ വൈദ്യർക്കോ അല്ലെങ്കിൽ അവരുടെ ഈ കുടിയന്മാരായിട്ടുള്ള ആളുകളുടെ ഏതെങ്കിലും ബന്ധുക്കൾക്കോ മനസ്സിലാക്കുവാൻ പ്രയാസമാണ്. ഈ ആത്മബന്ധത്തിലൂടെയാണ് പതിയെ പ്രോഗ്രാമിനെ പറ്റിയും ഇതിലൂടെ എങ്ങനെ ജീവിക്കാമെന്നും തങ്ങൾക്ക് ഇതെങ്ങനെ പ്രയോജനപ്പെടുന്നുവെന്നും മനസ്സിലാക്കി കൊടുക്കുന്നത്. ഇത് ഏതൊരു മദ്യാസക്ത രോഗിക്കും പ്രാവർത്തികമാക്കാം എന്ന് പറഞ്ഞു കൊടുക്കുന്നു. മാനസിക രോഗമുള്ളവർക്കോ ശാരീരികമായി അവശതകൾ മദ്യം മൂലം അനുഭവിക്കുന്നവർക്കോ, അല്ലെങ്കിൽ അതിന് നമ്മൾ പറയുന്ന വെറ്റ് ബ്രെയിൻ എന്നാണ്, മാത്രമേ പ്രയാസം ഉണ്ടാവുകയുള്ളൂ എന്നും പറഞ്ഞു കൊടുക്കുന്നു. അതേസമയം തന്നെ പുതിയ ആളുകൾക്ക് ആവശ്യമായ വൈദ്യസഹായം കിട്ടുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഇവിടെ നമ്മളൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാനസിക രോഗമുള്ളവർക്ക്, ശാരീരികമായിട്ട് അവശതകൾ മദ്യം മൂലം അനുഭവിക്കുന്നവർക്ക്, അതിന് വെറ്റ് ബ്രെയിൻ എന്നാണ് പറയുക, അവർക്ക് വൈദ്യചികിത്സ ഉറപ്പാക്കുന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ പല രാജ്യങ്ങളിലും ഡോക്ടർമാരും സ്ഥാപനങ്ങളും ഇന്ന് മദ്യപാനാസക്തർക്ക് വിമുക്തിക്കുള്ള മാർഗമായി നിർദ്ദേശിക്കുന്നു. ആൽക്കഹോളിക്സ് അനോണിമസിനെ ശുപാർശ ചെയ്യുന്നു. കോടതികളും പ്രൊഫഷണറി ഓഫീസർമാരും യുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു. ചില സൈക്കോപ്പതി ആശുപത്രികൾ അവിടെയുള്ള ഉദ്യോഗസ്ഥർക്കുള്ള അതേ സ്വാതന്ത്ര്യവും പ്രവർത്തന അനുമതിയും ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾക്ക് നൽകുന്നു. ഫിലാഡൽഫിയ ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ ജോൺ എഫ് സ്റ്റൗഫർ പറയുന്നത് നോക്കൂ, ഇവിടെ വരുന്ന പല കുടിയന്മാരും സ്വകാര്യ ചികിത്സയ്ക്കുള്ള സാമ്പത്തിക ഇല്ലാത്തവരാണ്. അവർക്കായി ഞങ്ങൾക്ക് നൽകുവാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം യുടെ സഹായം കൊടുക്കുക എന്നുള്ളതാണ്. ഇതിനുശേഷം വീണ്ടും പ്രശ്നബാധിതരായി ഇവിടെ എത്തിപ്പെടുന്നവരിൽ പോലുമുള്ള മാറ്റം അത്ഭുതവാഹമാണ്. അവരുടെ വ്യക്തിത്വമേ മാറ്റപ്പെടുന്നു. പഴയ ആളുകൾ തന്നെയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ മാറ്റപ്പെടുന്നു. ഇലിനോയ്സ് ജേണൽ എന്ന മെഡിക്കൽ ജേണലിൽ അതിന്റെ പത്രാധിപർ പറയുന്നത്, വർഷങ്ങളോളം മദ്യപാനാസക്തരായ മനുഷ്യർ രാത്രി മുഴുവനും ഒരു തുള്ളി ബോധ്യം പോലും കഴിക്കാതെ മറ്റൊരു മദ്യപാന രോഗിക്ക് കൂട്ടിരിക്കുകയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കുറേശ്ശെ മദ്യം നൽകി മദ്യത്തിൽ നിന്ന് മുക്തി നേടാൻ സഹായിക്കുകയും ചെയ്യുന്നത് അത്ഭുതാവഹമായ കാഴ്ചയാണ്. സാഹസികമായി ഏയക്കാർ ചെയ്യുന്ന പല കാര്യങ്ങളിൽ ഒന്നു മാത്രമാണത്. ഒരു ഏയക്കാരന് മാത്രമേ മറ്റൊരു മദ്യപാനാസക്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുവാൻ പറ്റൂ. കുടിച്ചു കൂത്താട്ടത്തിന് ശേഷം ആത്മഹത്യാ പ്രവണത പോലുമുള്ള രോഗിയുടെ അടുത്ത് അച്ചടക്കത്തോടും സഹാനുഭൂതിയോടും കൂടെ സമയം ചെലവഴിക്കുവാൻ അംഗങ്ങൾ മാത്രമേ സാധിക്കുകയുള്ളൂ. നിസ്വാർത്ഥമായാണ് ഏയക്കാര് ഇതൊക്കെ ചെയ്യുന്നതെന്നും കൂടി നമ്മൾ ഓർക്കണം. ഞാൻ അടുത്ത കാലത്ത്, അതായത് ജാക്ക് പറയാണ്, അടുത്ത കാലത്ത് മധ്യ പടിഞ്ഞാറൻ ദേശത്തും കിഴക്കൻ സംസ്ഥാനങ്ങളിലും, അതായത് അമേരിക്കയിലെ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നടത്തിയ സന്ദർശന സമയത്ത് ധാരാളം ഏയക്കാരെ കണ്ടുമുട്ടുവാനായിട്ട് സാധിച്ചു. വളരെ ശാന്തരും ക്ഷമയുള്ളവരുമായി അവരെ കാണപ്പെട്ടു. സാധാരണ മനുഷ്യരെക്കാൾ ഒരുപടി മുകളിലായി അവരുടെ പ്രവർത്തനങ്ങളെ കാണുവാൻ സാധിച്ചു. പോലീസുമായി വഴക്കിടുന്നവരിൽ നിന്നും ഭാര്യയെ മർദ്ദിക്കുന്നത് മുതൽ എല്ലാത്തരം തെമ്മാടിത്തരങ്ങൾ ചെയ്തവരിൽ നിന്നുമുള്ള അവരുടെ രൂപാന്തരം ശരിക്കും അതിശയിപ്പിക്കുന്നതായിരുന്നു. വളരെ സ്വാധീനമുള്ള ഒരു ദേശീയ ദിനപത്രത്തിന്റെ ഉടമ, സിറ്റി എഡിറ്റർ, അസിസ്റ്റന്റ് എഡിറ്റർ, ദേശീയ റിപ്പോർട്ടർ എന്നിവരെ മൂവരും അംഗങ്ങളാണ്. അവർ വിശ്വാസത്തിൽ എടുത്തിരുന്നു എന്ന് പറയുമ്പോൾ ഏയക്കാരുടെ സവിശേഷത മനസ്സിലാക്കാം. മറ്റൊരു നഗരത്തിൽ ഒരു ജഡ്ജി മദ്യപാനിയായ ഒരു ഡ്രൈവറെ ഒരു ഏയക്കാരന്റെ കൂടെ ജാമ്യത്തിൽ വിട്ടയക്കുന്നത് കണ്ടു. ഈ അംഗമാട്ടെ തന്റെ മദ്യപാന കാലത്ത് നിരവധി കാറുകൾ തകർക്കുകയും തന്റെ ലൈസൻസ് ഇതുമൂലം നഷ്ടപ്പെടുത്തുകയും ചെയ്ത ആളായിരുന്നു. എങ്കിലും ജഡ്ജിക്ക് ഇയാളെ വിശ്വാസമായിരുന്നു. മറ്റൊരു പരസ്യ കമ്പനിയുടെ അതിസമർത്ഥനായ ഒരു എക്സിക്യൂട്ടീവിനെ പറ്റി പറഞ്ഞത്, 2 വർഷങ്ങൾക്ക് മുമ്പ് ഇയാൾ തെരുവിലൂടെ
മറ്റ് മദ്യാസക്തർക്കൊപ്പമാണ് കഴിഞ്ഞിരുന്നതാണ്. തന്നിൽ വന്നിരിക്കുന്ന അത്ഭുതകരമായ മാറ്റത്തെ ഉൾക്കൊള്ളുവാൻ പ്രയാസമായിരുന്നതുകൊണ്ട് താൻ സ്വപ്നം കാണുകയല്ല എന്ന് സ്വയം ബോധ്യപ്പെടുത്തുവാനായിട്ട് താൻ കടന്നിരുന്ന അതേ തെരുവിൽ അയാൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പോയി സുബോധാവസ്ഥയിൽ തന്നെ സന്ദർശിച്ചിരുന്നു എന്ന് ജാക്ക് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ വ്യവസായ നഗരമായ അക്രോണിൽ ധാരാളം ജോലിക്കാർ മെമ്പർമാരായിട്ടുണ്ടായിരുന്നു. ക്ലീവ്ലാൻഡിലും 5 വക്കീലന്മാർ, ഒരു അക്കൗണ്ടന്റ്, എഞ്ചിനീയർ, 3 സെയിൽസ്മാൻമാർ, ഒരു ബാറിൽ ജോലി ചെയ്യുന്ന ആൾ, ചെയിൻ സ്റ്റോർ മാനേജർ, ഒരു ഇൻഷുറൻസ് സെയിൽസ്മാൻ, ഒരു സ്ഥാപന ഉടമ, ഫാക്ടറികളുടെ റെപ്രസെന്റേറ്റീവ് എന്നിവർ ചേർന്ന ഒരു കമ്മിറ്റി ആയിരുന്നു 6 സമീപ പ്രദേശങ്ങളിലുള്ള ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങളെ പറ്റി നോക്കി നടത്തിയിരുന്നത്. 450 അംഗങ്ങളുമായി ക്ലീവ്ലാൻഡിലെ ആയിരുന്നു ഏറ്റവും വലിയ കൂട്ടായ്മ ഉണ്ടായിരുന്ന സ്ഥലം. ചിക്കാഗോ, അക്രോൺ, ഫിലാഡൽഫിയ, ലോസ് ആഞ്ചലസ്, വാഷിംഗ്ടൺ, ന്യൂയോർക്ക് എന്നിവിടങ്ങളിലായി ഏകദേശം 50 നഗരങ്ങളിലും ടൗണുകളിലും കൂട്ടായ്മകൾ ഉണ്ടായിരുന്നു. മറ്റുള്ള മദ്യപാനാസക്തരെ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നത് വഴി ഞങ്ങളുടെ സുബോധാവസ്ഥയ്ക്ക് വേണ്ടിയുള്ള ഒരു ഇൻഷുറൻസ് തങ്ങൾ ചെയ്യുന്നതെന്നായിരുന്നു അവരുടെ അഭിപ്രായം. മറ്റ് മദ്യാസക്തർക്കുള്ള സേവനം കുറഞ്ഞാൽ തങ്ങൾ വീണ്ടും മദ്യത്തിലേക്ക് തിരിച്ചു പോയേക്കാമെന്നും അവർ ഭയപ്പെട്ടു. ഒരിക്കലും മദ്യപാന രോഗി എന്നാൽ മരണം വരെയും രോഗിയാണെന്നും പൂർണ്ണമായും മദ്യപാന രോഗവിമുക്തി എന്നൊന്നില്ലെന്നും അവർ സമ്മതിച്ചുകൊണ്ടേയിരുന്നു. പ്രമേഹ രോഗികളെ പോലെയോ മറ്റ് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത രോഗങ്ങളെ പോലെയോ തന്നെ ഒരു മാറാ രോഗമാണിതെന്ന് അവർ തിരിച്ചറിഞ്ഞു. മദ്യപാനത്തിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ മാത്രമാണ് സാധിക്കുക. മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ സ്വയം സഹായിക്കാൻ പറ്റുമെന്നവർ പറഞ്ഞു. പ്രമേഹ രോഗത്തിന് ഇൻസുലിൻ എടുക്കുന്നത് പോലെ തന്നെ മെഡിക്കൽ സയൻസും ഏയക്കാരുടെ ഈ വിശ്വാസത്തെ പിന്താങ്ങുന്നു. അവരിൽ പലരും മദ്യത്തോടുള്ള കൊതി തീർത്തുമില്ലെന്ന് പറയുന്നു. പലരും അവരുടെ വീടുകളിൽ അതിഥികൾക്ക് മദ്യം വിളമ്പുകയും സുഹൃത്തുക്കളുടെ കൂടെ ബാറിൽ പോകുന്നവരുമാണ്. പക്ഷേ അംഗങ്ങൾ ആൽക്കഹോൾ ഇല്ലാത്ത മറ്റെന്തെങ്കിലും ലഘുപാനീയങ്ങൾ അല്ലെങ്കിൽ കാപ്പി കുടിച്ച് അവിടെ ഇരിക്കുന്നു. ഒരു സെയിൽസ് മാനേജർ അവരുടെ കമ്പനിയുടെ ആഘോഷങ്ങളിൽ മദ്യം വിളമ്പുന്നുണ്ട്. സ്വയം മദ്യപിക്കാതെ തന്നെ. ഒരു തുള്ളി മദ്യം തന്നെ അമിത മദ്യാസക്തിയിലേക്ക് നയിക്കുമെന്ന് അയാൾ വിശ്വസിക്കുന്നു. അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്നും വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം അംഗങ്ങളും. 3.5 വർഷത്തോളമായി സുബോധാവസ്ഥയിലുള്ള ഒരു ക്ലാർക്ക് പറഞ്ഞത് ഇന്നും ബാറുകളുടെ സമീപത്തു കൂടി പോകുമ്പോൾ പരീക്ഷണത്തിൽ ഉൾപ്പെടുത്താതിരിക്കാൻ നടത്തത്തിന്റെ വേഗത കൂട്ടുമെന്നാണ്. എല്ലാവരും ഇത്തരക്കാരല്ല. കുടിച്ചു കൂത്താടിനെ പറ്റി സ്വപ്നങ്ങൾ കാണുന്നതും അത് കൂട്ടായ്മയിൽ നിന്ന് മറച്ചു വെക്കാൻ പാടുപെടുന്നതുമാണ് ഓരോ മെമ്പർമാരുടെയും ഏറ്റവും വലിയ ഭീകര സ്വപ്നം. ഈ ഭീകര സ്വപ്നങ്ങൾ പോലും ക്രമേണ ഇല്ലാതാകുന്നു. 90% മെമ്പർമാരും മദ്യപാന കാലത്ത് കുടി മൂലം തങ്ങൾക്ക് നഷ്ടപ്പെട്ട ജോലികൾ വീണ്ടെടുക്കുന്നു. പിന്നീട് ആ ജോലികൾ ഭംഗിയായി ചെയ്യുന്നു. മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന 100% രോഗികൾക്കും കൂടി അത് സാധ്യമാണെന്ന് കാർ വിശ്വസിക്കുന്നു. കുടുംബമോ ജോലിയോ നഷ്ടപ്പെടുമെന്നുള്ള ഭീതി മൂലം മെമ്പറാകാൻ ആഗ്രഹിക്കുന്നയാളുടെ രോഗവിമുക്തി പ്രോഗ്രാമിലൂടെ സാധിക്കുന്നില്ലെന്ന് അവർ പറയുന്നു. കുടുംബമോ ജോലിയോ നഷ്ടപ്പെടുമെന്നുള്ള ഭീതി മൂലം മെമ്പറാകാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് പ്രോഗ്രാമിലൂടെ സാധിക്കില്ലെന്ന് അവർ പറയുന്നു. മദ്യത്തിൽ നിന്നും രക്ഷ നേടുവാനും മരണത്തിൽ നിന്നും രക്ഷ നേടുവാനുമായി മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള അതിയായ ആഗ്രഹം മാത്രമാണ് മദ്യാസക്ത രോഗിക്ക് ഉണ്ടാകേണ്ടത്. സമൂഹത്തിന്റെ ഒറ്റപ്പെടുത്തലുകളിൽ മനം മടുത്ത് സ്വന്തം ജീവിതത്തിൽ അടുക്കും ചിട്ടയും വരുത്തുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ പ്രോഗ്രാം പ്രവർത്തിക്കുക. മദ്യപാനാസക്ത രോഗത്തിൽ നിന്നുള്ള വിമുക്തി പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുമ്പോൾ 100% ആണെന്ന് പറയുവാൻ പറ്റില്ല. ഏഴക്കാരുടെ തന്നെ കണക്കിൽ 50% ആളുകൾ ചേരുമ്പോൾ ഉടൻ തന്നെ രക്ഷപ്പെടുന്നു. 25% ആളുകൾ 1-2 വീഴ്ചകൾ ശേഷം രോഗവിമുക്തരാകുന്നു. മറ്റുള്ളവരുടെ കാര്യം സംശയകരമായി തുടരുന്നു. എന്നിരുന്നാലും വിജയ ശതമാനം വളരെ വലുത് തന്നെ. പരമ്പരാഗതമായ ചികിത്സാ രീതി കൊണ്ടുള്ള വിജയ ശതമാനം കണക്ക് കൂട്ടുക എളുപ്പമല്ല. എങ്കിലും 2% അല്ലെങ്കിൽ 3% കൂടുതൽ വിജയം പരമ്പരാഗത ചികിത്സാ രീതിയിൽ നിന്നും കണക്കാക്കാം. ഈ ആരംഭ ദിശയിൽ ആണ് മദ്യപാന വിപത്തിനുള്ള മറുപടി എന്ന് പറയാറായിട്ടില്ല. എങ്കിലും ആരംഭം വളരെ ഗംഭീരമാണ്. ഈ അവസ്ഥയിൽ എക്ക് ധാരാളം പ്രോത്സാഹനം ലഭിക്കുന്നുണ്ട്. ജോൺ ഡി റോക്ക്ഫെല്ലർ പോലുള്ള മറ്റുള്ള ധാരാളം പ്രമുഖരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കൂട്ടായ്മയുടെ തുടക്കത്തിനായി സാമ്പത്തിക പരാധീനതകളെ മറികടക്കുവാൻ സഹായിക്കുന്നുണ്ട്. റോക്ക്ഫെല്ലറുടെ സമ്മാനം താരതമ്യേന ചെറുതായിരുന്നു. എങ്കിലും കൂട്ടായ്മയുടെ പ്രവർത്തനം ശമ്പളരഹിതമായ വോളണ്ടിയർ രീതിയിൽ വേണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ഓഫീസോ ശമ്പളം പറ്റുന്ന പ്രവർത്തകരോ ഒരു നിയന്ത്രണ ബോർഡോ ഒന്നും ആദ്യകാലത്ത് ഉണ്ടായിരുന്നില്ല. മീറ്റിങ്ങുകൾ നടക്കുന്ന മുറികളുടെ വാടക അംഗങ്ങളുടെ തന്നെ സംഭാവനകളിലൂടെ നടത്തിയിരുന്നു. ചെറിയ കൂട്ടായ്മകൾ വ്യക്തികളുടെ വീടുകളിൽ വെച്ചായിരുന്നു കൊണ്ട് സംഭാവനകൾ എടുത്തിരുന്നില്ല. ന്യൂയോർക്കിലുണ്ടായിരുന്ന ഓഫീസ് ആകട്ടെ വാർത്താവിനിമയത്തിനുള്ള ഒരു സ്ഥലം മാത്രമായി പ്രവർത്തിച്ചിരുന്നു. ഓഫീസിന് പേരുണ്ടായിരുന്നില്ല.
കത്തുകൾ പോസ്റ്റ് ബോക്സ് നമ്പർ ഉപയോഗിച്ചായിരുന്നു ലഭിച്ചിരുന്നത്. ആകെയുള്ള ഒരു വരുമാനം എയുടെ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള ബുക്ക് വിൽപ്പനയിലൂടെയായിരുന്നു. 3 മദ്യാസക്തരും 4 മദ്യപാന രോഗികളില്ലാത്തവരുമായ ഒരു ബോർഡാണ് ഇത്തരം വരുമാനങ്ങളെല്ലാം കൈകാര്യം ചെയ്തിരുന്നത്. ഇപ്പൊ നമുക്കറിയാം, ആൽക്കോളി ഫൗണ്ടേഷനിൽ 3 മദ്യാസക്തരും 4 മദ്യപാന രോഗികളല്ലാത്തവരുമായിട്ട് ബോർഡിലാണ് നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള 4 പേരും. അപ്പോൾ ചിക്കാഗോയിൽ 25ഓളം ഡോക്ടർമാർ അംഗങ്ങളുടെ സഹകരണത്തോടെ മദ്യപാനാസക്തരെ ചികിത്സിക്കുകയും കൂട്ടായ്മയിൽ എത്തുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഏകദേശം 200ഓളം അംഗങ്ങളുണ്ട്. ക്ലീവ്ലാൻഡിലും മറ്റ് പല സ്ഥലങ്ങളിലും ഇതുപോലെയാണ് പ്രവർത്തിക്കുന്നത്. ന്യൂയോർക്ക് സിറ്റിയിലുള്ള ഡോക്ടർ WD സിൽക്വർത്ത് ആണ് ആദ്യമായി ഈ കാര്യത്തിൽ സഹായിച്ചത്. എന്നാൽ മറ്റ് പല ഡോക്ടർമാരും മദ്യവിമുക്തിയെ പറ്റി സംശയമുണ്ടായിരുന്നു. ഒരു പക്ഷേ അത് മനസ്സിൽ വച്ചായിരിക്കാം ഡോക്ടർ ഫോർട്ടർ കെന്നി എന്ന പ്രശസ്തനായ ഡോക്ടർ മദ്യവിഭജനത്തിനെതിരായുള്ള ഈ നല്ല മനുഷ്യരുടെ പ്രവർത്തനവും ഉദ്ദേശശുദ്ധിയും വളരെ നല്ലത് തന്നെ. ഇവരുടെ പ്രവർത്തന വിജയം വളരെ വലുതാണ്. അതുകൊണ്ട് സന്മനസ്സുള്ള ഡോക്ടർമാർ ഈ കൂട്ടായ്മയെ സഹായിക്കുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞത്. ഫിലാഡൽഫിയയിലുള്ള ഡോക്ടർ വീസ് ഹാമറും ഡോക്ടർ W സോളും ഇവിടെ കൂട്ടായ്മയെ വളരെയധികം സഹായിച്ചവരാണ്. ന്യൂയോർക്കിൽ നിന്നും ട്രാൻസ്ഫറായി എത്തിയ ഒരു മെമ്പറാണ് ഫിലാഡൽഫിയയിൽ കൂട്ടായ്മ തുടങ്ങിയത്. താൻ മദ്യത്തിലേക്ക് വീണ്ടും വഴുതി വീഴുമോ എന്നുള്ള ഭയമായിരുന്നു ഇതിന് കാരണം. 1940 ഈ പുതിയ അംഗം 3 കുടിയന്മാരെ സംഘടിപ്പിച്ചു. ഇവരെ ലേക്കുള്ള വഴിയിൽ നടത്താൻ ശ്രമിച്ചു. അവർ മൂവർക്കും മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ സാധിച്ചു. അവർ പ്രവർത്തനത്തിൽ വിപുലീകരിച്ചതിന്റെ ഫലമായി ഡിസംബർ 15-ാം തീയതി ആയപ്പോഴേക്കും 99 മദ്യപാനാസക്തർ അംഗങ്ങളായി കൂട്ടായ്മയിൽ വന്നു. ഇതിൽ 86 പേർക്ക് പൂർണ്ണമായി മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുവാനും 39 പേർക്ക് ഏകദേശം 9 മാസത്തോളവും 17 പേർക്ക് 6 മാസത്തോളവും മദ്യവിമുക്തരാകുവാൻ സാധിച്ചു. ഈ കൂട്ടായ്മയിൽ വന്നിരുന്ന മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വന്ന 5 പേരാകട്ടെ 1 മുതൽ 3 വർഷം വരെ മദ്യവിമുക്തരായിരുന്നു. യുടെ ജന്മസ്ഥലം എന്ന് വിശേഷിക്കപ്പെടുന്ന ആക്രോണിലാകട്ടെ 2 പേർ 5.5 വർഷക്കാലമായി മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരായിരുന്നു. മറ്റുള്ളവരുടെ സുബോധ കാലാവധി താഴെ പറയുന്ന പ്രകാരമാണ്. 5 വർഷങ്ങളായിട്ട് ഒരാളുണ്ട്, 4.5 വർഷക്കാരനായി 3 ആളുകളുണ്ട്, 3.5 വർഷക്കാരായിട്ട് 3 മെമ്പർമാരുണ്ട്, 3 വർഷങ്ങളായിട്ട് 7 മെമ്പർമാരുണ്ട്, 2.5 വർഷമായിട്ട് 1 മെമ്പറുണ്ട്, 13 വർഷമായിട്ട് 13 മെമ്പർമാരുണ്ട്. ഒരു പ്രാവശ്യം സ്ലിപ്പായ 4.5 വർഷക്കാരനും 3.5 വർഷക്കാരനും അവർ രണ്ടുപേരും ഇപ്പോഴും സുബോധാവസ്ഥയിൽ തുടരുന്നു. ഏതാനും ആഴ്ചകളിൽ കൂടുതൽ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ സാധിക്കാത്തവരായിരുന്നു ഇവരെല്ലാവരും എന്നോർക്കുക. മധ്യ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ഗുരുതര രോഗികളല്ലാത്തവരുടെ ഇടയിലും പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ന്യൂയോർക്ക് സിറ്റി ഗ്രൂപ്പിലുള്ള ഗുരുതര മദ്യപാനാസക്തിയിലുണ്ടായ പരിവർത്തനം വളരെ വലുതായിരുന്നു. 1939 റോക്ക്ലാൻഡ് ഗവൺമെന്റ് ആശുപത്രിയിലുള്ള മദ്യാസക്തരുടെ ഇടയിൽ പ്രവർത്തനം തുടങ്ങി. മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം തള്ളപ്പെടുന്ന പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത മദ്യാസക്ത രോഗികളുടെ ഒരു കേന്ദ്രമായിരുന്നു ഓറഞ്ച് എന്ന സ്ഥലത്തുണ്ടായിരുന്ന മാനസികാരോഗ്യ കേന്ദ്രം. ഡോക്ടർ ആറി ബ്ലേസ്ഡൽ എന്ന അവിടുത്തെ മെഡിക്കൽ സൂപ്രണ്ടിന്റെ പ്രോത്സാഹനത്തോടു കൂടി അവിടെ ഒരു കൂട്ടായ്മ തുടങ്ങുകയും മാൽഹട്ടൻ ഗ്രൂപ്പ് വാടകയ്ക്കെടുത്തിരുന്ന സ്ഥലത്ത് ഈ രോഗികളെ എല്ലാ ഞായറാഴ്ച വൈകുന്നേരങ്ങളിൽ എത്തിക്കുകയും ചെയ്തു. ന്യൂയോർക്ക് നഗരത്തിൽ നിന്നുള്ള അംഗങ്ങൾ സന്ദേശം നൽകുവാനായി അവിടെ എത്തിയിരുന്നു. ആ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ 54 അമിത മദ്യപാന രോഗികളെ ഗ്രൂപ്പുകളിൽ എത്തിച്ചിരുന്നു. 11 മാസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ജൂലൈ 1-ാം തീയതി വരെയുള്ള സമയത്ത് 17 പേർ പൂർണ്ണമായും മദ്യപാനാസക്തിയിൽ നിന്ന് മോചിതരായി. 14 പേർ ഒരു പ്രാവശ്യം മാത്രം റിലാപ്സായി. മറ്റുള്ളവർ 12 പേർ വീണ്ടും ഇതേ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി വീണ്ടും എത്തപ്പെട്ടു. 2 പേരെ പറ്റി യാതൊരു വിവരം ലഭിച്ചിട്ടില്ല. യുടെ സേവനത്തെ പറ്റി ഡോക്ടർ ആറി ബ്ലേസ്ഡൽ പ്രശംസിച്ചുകൊണ്ട് മാനസിക ആരോഗ്യ ഡിപ്പാർട്ട്മെന്റിന് എഴുതുകയും ഔദ്യോഗികമായി തന്നെ തന്റെ വാർഷിക റിപ്പോർട്ടിൽ പറ്റി പരാമർശിക്കുകയും ചെയ്തു. ന്യൂയോർക്കിലെ ഗ്രേസ്റ്റൺ പാർക്ക്, ഓവർബ്രൂക്ക് എന്നീ കേന്ദ്രങ്ങളിൽ സാമ്പത്തികമായി കുറച്ചുകൂടി മെച്ചപ്പെട്ട കുടിയന്മാരുണ്ടായിരുന്നു. അവിടെ നിന്നും കൂട്ടായ്മയിൽ എത്തപ്പെട്ട 7 പേരിൽ 5 പേർ 1 മുതൽ 2 വർഷം വരെയും സോബറായിരുന്നു. ഓവർബ്രൂക്കിൽ നിന്ന് വന്ന 10 പേരും ഏകദേശം ഇതേ കാലയളവ് സോബറായിരുന്നു. മറ്റുള്ളവർ 1 മുതൽ പല പ്രാവശ്യം റിലാപ്സറായവരുമായിരുന്നു. എന്തുകൊണ്ടാണ് ചിലർ മാത്രം മദ്യാസക്ത രോഗികളാകുന്നതിനെ കുറിച്ച് പല വിഭിന്നമായ അഭിപ്രായങ്ങളുണ്ട്. ക്ഷയരോഗം ജന്മനാ ലഭിക്കുന്ന രോഗം എന്നതുപോലെ തന്നെ ചിലർ പാരമ്പര്യമായി മദ്യാസക്തനായി ജനിക്കുന്നുവെന്ന് ചിലർ പറയുന്നു. മറ്റു ചിലരോ സാഹചര്യവും അനുഭവജ്ഞാനവും കൊണ്ട് കുടിയന്മാരാകുന്നു. മറ്റു ചിലർക്ക് മദ്യം അലർജിയായി മാറുന്നു. പൊതുവെയുള്ള വസ്തുത മദ്യപാനാസക്തൻ വികാരപരമായ പക്വതയില്ലാത്തവനാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സാധാരണയായി കുടുംബത്തിൽ ഒറ്റക്കുട്ടിയായി ജനിച്ചയാളോ ഇളയ കുട്ടിയായി ജനിച്ചയാളോ അല്ലെങ്കിൽ പെൺകുട്ടികളിൽ ഒറ്റപുത്രനായിട്ടുള്ള ആളുകളോ
ഉള്ളവരിൽ മദ്യാസക്തി കൂടുതൽ കാണപ്പെടുന്നുവെന്ന് പറയപ്പെടുന്നു. അതിന് കാരണം ഈ വക കുട്ടികൾ ലാളിച്ച് വഷളാക്കപ്പെടുന്നു എന്ന് പറയപ്പെടുന്നു. മാതാപിതാക്കളിൽ ഒരാൾ കാരണമില്ലാതെ ക്രൂരത കാട്ടുകയും മറ്റേയാൾ അമിത ലാളന നൽകുകയും ചെയ്യുമ്പോൾ കാര്യങ്ങൾ കുറെ കൂടി വഷളാകുന്നു. ഇതിനു പുറമെ വിവാഹമോചനങ്ങളും ഈ തരത്തിലുള്ള കുട്ടികളിൽ ജീവിത യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ പ്രാപ്തരല്ലാത്തവരാക്കുന്നു. ഇതിൽ നിന്ന് രക്ഷപ്പെടുവാനായി ചിലർ വ്യാപാരങ്ങളിലും ജോലികളിലും കായിക മത്സരങ്ങളിലും മറ്റും 12 മുതൽ 15 മണിക്കൂർ വരെ ചെലവിടുന്നു. മറ്റു ചിലരാകട്ടെ മദ്യത്തെ കൂട്ടുപിടിച്ച് രക്ഷ നേടാൻ ശ്രമിക്കുന്നു. തന്നെ പറ്റിയുള്ള മതിപ്പ് വർദ്ധിപ്പിക്കുവാനും സാമൂഹികമായി തോന്നുന്ന അപകർഷതാബോധത്തിൽ നിന്ന് രക്ഷ നേടുന്നതിനുമായുള്ള ഒരു മാർഗമായി ഇവർ മദ്യത്തെ കാണുന്നു. ചെറുതായി തുടങ്ങുന്ന മദ്യപാനം ക്രമേണ അമിതമായി മാറുന്നു. കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഒറ്റപ്പെടുന്ന അവസ്ഥ ക്രമേണ വരുന്നു. തൊഴിൽദാതാക്കളുടെ സ്വാതന്ത്ര്യം കെടുത്തുന്ന ഈ കൂട്ടർ തന്റെ കുട്ടിയെ ന്യായീകരിക്കാനായി ധാരാളം കാരണങ്ങൾ കണ്ടെത്തുന്നു. കഠിനാധ്വാനത്തിന് ശേഷം അല്പം മദ്യപിക്കുന്നതിൽ തെറ്റില്ല, തൊണ്ടവേദന കൊണ്ടാണ്, തലവേദനയാണ്, ഭാര്യ മനസ്സിലാക്കുന്നില്ല, മറ്റുള്ളവരെല്ലാം തനിക്കെതിരാണ് എന്നിങ്ങനെ പോകുന്നു അവരുടെ ന്യായീകരണങ്ങൾ. ഇത്തരം ന്യായീകരണങ്ങൾ കണ്ടുപിടിക്കുന്നതിൽ രോഗി ഒരു വിദഗ്ധനായി മാറുന്നു. പ്രത്യേകിച്ച് മദ്യപാന രോഗി. നിയന്ത്രിച്ച് മദ്യപിക്കാൻ തനിക്കാവുമെന്ന് കുടിയൻ വിശ്വസിക്കുന്നു. ഇത് തെളിയിക്കാനായി ചിലപ്പോൾ ആഴ്ചകളോളം മദ്യപിക്കാതിരിക്കുന്നു. വീണ്ടും ബാറിൽ ചെന്നാൽ പാലോ സോഡയോ പോലുള്ള പാനീയങ്ങൾ മാത്രം നിശ്ചിത സമയത്ത് കുടിക്കുന്നു. കുട്ടികളുടേത് പോലുള്ള പ്രകടനം മാത്രമാണിതെന്ന് അയാൾ മനസ്സിലാക്കുന്നില്ല. ക്രമേണ ഒരു ബിയർ മാത്രം അയാൾ കുടിക്കുന്നു. അതോടെ അയാളുടെ അവസാനത്തിന്റെ ആരംഭം കുറിക്കുകയും ചെയ്യുന്നു. ക്രമേണ അയാൾ മുഴുക്കുടിയിലേക്ക് മടങ്ങുന്നു. സന്തോഷം ആഘോഷിക്കുവാനോ സങ്കടത്തെ മുക്കിക്കളയുവാനോ ആയിരിക്കാം അയാൾ കുടി തുടങ്ങുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ മദ്യപാനാസക്ത രോഗിക്ക് ജീവിത വിജയങ്ങളോ പരാജയങ്ങളോ താങ്ങാനുള്ള കെൽപ്പില്ല എന്നതാണ് സത്യം. സുബോധം വരുമ്പോൾ താൻ എങ്ങനെ ഇത്രമാത്രം കുടിച്ചു എന്നയാൾ അത്ഭുതപ്പെടുന്നു. ക്രമേണ അയാൾ അറിയാതെ അതൊരു ദൈനംദിന കാര്യമായി മാറുന്നു. പിന്നീട് അയാൾക്ക് തന്റെ ആദ്യ കുടിയെ ന്യായീകരിക്കേണ്ട അവസ്ഥ പോലും ഇല്ലാതെയാകുന്നു. അസ്വസ്ഥതയും അഭിനിവേശവും മൂത്ത് അയാൾ ബാറിൽ നിൽക്കുന്നതാണ് പിന്നീട് കാണുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ കുടിയുടെ സമയത്ത് താൻ അനുഭവിച്ച അതികഠിനമായ വേദനയും മനസ്താപവും എല്ലാം അയാൾ മറക്കുന്നു. പല പ്രാവശ്യം ഇത് ആവർത്തിക്കുമ്പോൾ അവൻ തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ലെന്ന് അറിയുന്നു. മറ്റ് കാര്യങ്ങളിലുള്ള മനഃശക്തി എന്തുകൊണ്ട് അമിത കുടിയുടെ കാര്യത്തിൽ ഇല്ലെന്ന് അയാൾ അതിശയിക്കുന്നു. ഈ ദുശീലത്തെ കീഴടക്കുവാൻ അയാൾ അതികഠിനമായിട്ട് ശ്രമം നടത്തുന്നു. സാധിക്കാതെ വരുമ്പോൾ നിരാശനായി ആത്മഹത്യക്ക് ശ്രമിക്കുകയോ ഏതെങ്കിലും സാനിറ്റോറിയത്തിൽ അഭയം പ്രാപിക്കുകയോ ചെയ്യുന്നു. പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ മദ്യത്തിന് മുന്നിൽ ശക്തിഹീനനാണെന്നും പരിപൂർണ പരാജയം സമ്മതിക്കേണ്ടിയും ഇരിക്കുന്നു. അതോടൊപ്പം തന്നെ തന്റെ ജീവിതം അനിയന്ത്രണമായി പോയെന്നും സമ്മതിക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം അല്പം ആത്മീയമായി ചിന്തിക്കുവാൻ പഠിപ്പിക്കുന്നു. തന്നേക്കാൾ വലിയൊരു ശക്തിക്ക് മാത്രമേ തന്നെ സഹായിക്കുവാൻ പറ്റുകയുള്ളൂ എന്ന് വിനയപൂർവ്വം വിശ്വസിക്കുവാൻ പഠിക്കുന്നു. നിരീശ്വരവാദികൾ വിശ്വസിക്കുന്ന രീതിയിൽ തന്നെയും ഏതൊരു മതത്തിൽപ്പെട്ടയാൾക്കും താൻ വിശ്വസിക്കുന്ന ആ വലിയ ശക്തിയിൽ വിശ്വാസം അർപ്പിക്കുവാനും പ്രോത്സാഹിപ്പിക്കുന്നു. അതിനുശേഷം ഒരു സ്വയം വിലയിരുത്തുന്നതിനായി ശ്രമിക്കുന്നു. ഒരു സ്പോൺസറെ കണ്ടെത്തുന്നതിനായി പ്രോത്സാഹിപ്പിക്കുന്നു. ഒരു വൈദികനോ സൈക്കാട്രിസ്റ്റോ ഒരു മെമ്പർ തന്നെയോ അയാൾക്ക് അറിയുന്ന ആര് തന്നെ ആയാലും അവരുടെ സഹായത്തോടെ ആവണം സ്വന്തം ജീവിതത്തെ വിലയിരുത്തുവാൻ. പക്ഷെ നിർബന്ധിക്കുന്നില്ല. മദ്യാസക്ത സമയത്ത് മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ തിരികെ കൊടുക്കുവാനും പഴയ കടങ്ങൾ കൊടുത്തു തീർക്കുവാനും ചെക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പാസ്സാക്കുവാനും മാത്രമല്ല താൻ ആരെയൊക്കെ ദ്രോഹിച്ചിട്ടുണ്ടോ അവരോടെല്ലാം മാപ്പിരക്കുവാനും അയാൾ തയ്യാറാവുന്നു. ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിൽ മൊത്തം ഒന്ന് ശുദ്ധീകരിക്കുവാൻ ശ്രമിക്കുന്നു. ചില സമയങ്ങളിൽ സ്പോൺസർ സാമ്പത്തിക സഹായം കൂടി ചെയ്യുന്നു. ഈ സ്വയം ശുദ്ധീകരണം വളരെ പ്രധാനപ്പെട്ടതായി കരുതുന്നു. കാരണം കുറ്റബോധവും വൈരാഗ്യവും വിദ്വേഷവും മദ്യപാനികളെ വീണ്ടും കുടിയിലേക്ക് നയിക്കുന്നു. തന്റെ ശത്രുക്കളുടെ എല്ലാം വൈരാഗ്യമുള്ളവരുടെ ഒരു പട്ടിക തയ്യാറാക്കി അവരോടെല്ലാം സമരസപ്പെടുവാൻ തയ്യാറാകുന്നു. ഇത്രയുമൊക്കെ ആകുമ്പോഴേക്കും രോഗി മറ്റുള്ള മദ്യപാനാസക്തരുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ പ്രാപ്തനാകുന്നു. തന്മൂലം തന്റെ അസ്വസ്ഥതകളെ മറക്കുവാനും മറ്റുള്ളവരെ മദ്യപാനത്തിൽ നിന്ന് രക്ഷിക്കുവാനും തയ്യാറാകുന്നു. ഇത്രയധികം മദ്യപാനാസക്തരെ അയാൾ സഹായിക്കുന്നുവോ അത്രത്തോളം ഉത്തരവാദിത്തം ഗ്രൂപ്പിൽ ഉണ്ടാക്കുന്നു. തന്മൂലം ഇനി തന്റെ കുടി മറ്റുള്ള പുതിയ സുഹൃത്തുക്കളെയും ബാധിക്കുമെന്ന് അറിവും മുറിപ്പെടുത്തുമെന്ന് അറിയുകയും ചെയ്യുന്നു. സാവധാനം വൈകാരികമായി വളർച്ച പ്രാപിക്കുകയും മറ്റുള്ളവരുമായുള്ള സമ്പർക്കം ദൃഢമാക്കുകയും ചെയ്യുന്നു. തന്റെ പൊതു ജീവിതത്തിലേക്ക് കുടുംബാംഗങ്ങളെ കൂട്ടുവാനും രോഗി ശ്രമിക്കുന്നു. തുടർച്ചയായി വർഷങ്ങളോളമുള്ള മദ്യപാനം മൂലം കുടുംബത്തിലുള്ള എല്ലാവർക്കും, പ്രത്യേകിച്ച് ഭാര്യ, മക്കള്, മാതാപിതാക്കള് മദ്യപാനാസക്ത രോഗം പകർന്നു കിട്ടിയിട്ടുണ്ടാകാം. അതിനാൽ തന്നെ രോഗിയുടെ സുബോധാവസ്ഥ നിലനിർത്തുന്നതിനായി കുടുംബാംഗങ്ങളും ഇതേ രീതിയിൽ ചികിത്സിക്കപ്പെടേണ്ടതാണ്. എന്നത് ഒരു പുതിയ ആശയമൊന്നുമല്ല, പഴയ ആശയങ്ങൾ തന്നെയാണ്. ന്യൂയോർക്കിലുള്ള ഒരു ഷെയർ ബ്രോക്കറും അക്രോണിലുള്ള ഒരു ഡോക്ടറുമാണ് കൂട്ടായ്മയുടെ സ്ഥാപകർ. പേര് വെളിപ്പെടുത്താനാകാത്തത് കൊണ്ട് നമുക്ക് ഡോക്ടറെ ആംസ്ട്രോങ് എന്ന് വിളിക്കാം.
ഇവർ രണ്ടുപേരും 6 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുമുട്ടി. 35 വർഷക്കാലത്തെ മദ്യപാന ജീവിതത്തിൽ പ്രസ്തുത ഡോക്ടർ പലപ്പോഴും തന്റെ പ്രാക്ടീസിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരുന്നു. കുടിയിൽ നിന്ന് മാറുവാനായി എല്ലാ തരത്തിലും ശ്രമിച്ചിരുന്നു. ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ പോലും പോയി കുടി നിർത്തുവാനായി ശ്രമിച്ചു. പക്ഷെ ഒന്നും പ്രയോജനപ്പെട്ടില്ല. 1935 മദേഴ്സ് ഡേയിൽ നല്ല വിലയുള്ള പൂച്ചട്ടിയുമായി ആടി വീട്ടിലെത്തിയ ഡോക്ടർ അത് ഭാര്യയെ ഏൽപ്പിച്ച ശേഷം സ്വന്തം മുറിയിലെത്തി ബോധരഹിതനായി. ഇതേ സമയം ഗ്രിഫിത്ത് എന്ന് നാം വിളിക്കാൻ ഉദ്ദേശിക്കുന്ന ഷെയർ ബ്രോക്കർ ആക്രോണിലെ ഒരു ഹോട്ടലിന്റെ വരാന്തയിൽ പരവശനായി നടക്കുകയായിരുന്നു. മദ്യപാനം മൂലം തകർന്ന തന്റെ സാമ്പത്തിക അവസ്ഥയിൽ രക്ഷപ്പെടുവാനായി ഒരു കമ്പനി ഏറ്റെടുത്തു നടത്തുന്നതിനുള്ള ശ്രമത്തിൽ പരാജയപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു അയാൾ. ഹോട്ടൽ ബിൽ കൊടുക്കുവാനുള്ള പൈസയില്ലാത്ത അവസ്ഥയിൽ ആയിരുന്നു അയാൾക്ക്. എങ്ങനെയെങ്കിലും ഒന്ന് മദ്യപിക്കണമെന്ന് മാത്രമായിരുന്നു ചിന്ത. വാൾ സ്ട്രീറ്റിൽ വളരെ നല്ല രീതിയിൽ ബിസിനസ് നടത്തി ധാരാളം സമ്പത്തുണ്ടാക്കിയിരുന്ന ഗ്രിഫിത്ത് മദ്യപാനം മൂലം അതെല്ലാം താറുമാറായി. അക്രോണിൽ വരുന്നതിന് 5 മാസങ്ങൾക്ക് മുമ്പ് ന്യൂയോർക്കിൽ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ ചേർന്നിരുന്ന ഗ്രിഫിത്ത് പടിഞ്ഞാറൻ സെൻട്രൽ പാർക്കിൽ ഡി അഡിക്ഷൻ സെന്ററിൽ പല പ്രാവശ്യം ചികിത്സയ്ക്കായി പോയിരുന്നു അയാൾ. ഇതിനുശേഷം മദ്യപാനാസക്തി എന്ന രോഗത്തെ പറ്റിയുള്ള ജിജ്ഞാസ മൂലം വീണ്ടും പലതവണ ആശുപത്രി കയറിയിറങ്ങി അവിടെയുള്ള രോഗികളുമായി സംസാരിക്കാറുണ്ടായിരുന്നു. രോഗവിമുക്തി നേടിയിട്ടില്ലെങ്കിലും മറ്റു മദ്യാസക്തരെ സഹായിക്കുന്നതിലൂടെ തന്റെ മദ്യാസക്തിക്ക് കടിഞ്ഞാണെന്നാൻ പറ്റുമെന്ന് അയാൾ കണ്ടെത്തി. അക്രോണിൽ പരിചയക്കാരില്ലാത്തതിനാൽ കുടിയനെ എങ്ങനെ കണ്ടെത്താമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഒരു ദേവാലയത്തിന്റെ ടെലിഫോൺ ഡയറക്ടറി അവിടെ കണ്ടത്. അതിലുണ്ടായിരുന്ന ഒരു വൈദികനെ ഫോൺ ചെയ്യുകയും അയാൾ അവിടെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലുള്ള മറ്റൊരു മെമ്പറെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ഇയാൾ ഡോക്ടർ ആംസ്ട്രോങ്ങിന്റെ സുഹൃത്തായിരുന്നു. ഡോക്ടർ ആംസ്ട്രോങ്ങിനെയും ഗ്രിഫിത്തിനെയും തമ്മിൽ പരിചയപ്പെടുത്തിയത് ഈ വ്യക്തിയായിരുന്നു. ശരിക്കും ഗ്രിഫിത്തിന്റെ ആദ്യ ശിഷ്യൻ ഡോക്ടർ ആംസ്ട്രോങ് ആയിരുന്നു. സ്ഥിരതയുള്ള ഒരു സ്വഭാവമായിരുന്നില്ല ഡോക്ടറുടേത്. ഏതാനും ദിവസങ്ങൾ മദ്യപിക്കാതിരുന്ന ശേഷം ഒരു മെഡിക്കൽ കോൺഫറൻസിൽ പോയ ഡോക്ടർ വീണ്ടും അമിതമായി മദ്യപിച്ചിട്ടാണ് തിരിച്ചു വന്നത്. ബിസിനസ് കാര്യങ്ങൾക്കായി അക്രോണിൽ തങ്ങിയിരുന്ന ഗ്രിഫിത്ത് വീണ്ടും ഡോക്ടറെ സുബോധവാനാക്കുവാൻ സഹായിച്ചു. 1935 ജൂൺ 10 ഇത് സംഭവിച്ചത്. അതിനുശേഷം ഡോക്ടർക്ക് മദ്യപിക്കേണ്ടി വന്നില്ല. ഗ്രിഫിത്തിന്റെ കേസ് 6 മാസത്തോളം നീണ്ടുപോയതിനാൽ അദ്ദേഹത്തിന് ആക്രോണിൽ തന്നെ തങ്ങേണ്ടി വന്നു. താമസം ഡോക്ടർ ആംസ്ട്രോങ്ങിന്റെ വീട്ടിലേക്ക് മാറ്റി. ഗ്രിഫിത്തും ഡോക്ടറും ചേർന്ന് മറ്റുള്ള കുടിയന്മാരെ സഹായിക്കാൻ ശ്രമിച്ചു. ന്യൂയോർക്കിലേക്ക് മടങ്ങുന്നതിനായി മുമ്പായി രണ്ടുപേരെ കൂടി മദ്യപാനത്തിൽ മാറ്റി നിർത്തുവാൻ സാധിച്ചു. അതേസമയം ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും രണ്ടുപേരും നിർത്തലാക്കി. അവരുടെ മദ്യാസക്തരോടുള്ള പ്രവർത്തനങ്ങൾക്ക് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളുമായി ഒത്തുപോകുവാൻ പറ്റില്ലെന്നുള്ളതായിരുന്നു കാരണം. അവർ അവരവരുടേതായ രീതിയിൽ ഒന്നുകിൽ മദ്യമുക്തി അല്ലെങ്കിൽ മദ്യത്തിൽ മുഴുകി ജീവിക്കാം എന്നുള്ള നിലപാടിലായിരുന്നു അവരുടേത്. സ്വീകരിക്കാനും നിരസിക്കാനും രോഗികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടായിരുന്നു പ്രവർത്തനം. ഗ്രിഫിത്ത് ന്യൂയോർക്കിലുള്ള തിരികെ പോയി. ഡോക്ടർ തന്റെ ഭാര്യയ്ക്കൊപ്പം തങ്ങളുടെ വീട് മദ്യപാനാസക്തരായ രോഗികൾക്കായി തുറന്നു കൊടുത്തു. രോഗികളെ നിരീക്ഷിക്കുവാനും പരീക്ഷണങ്ങൾ നടത്തുവാനും മുതിർന്നു. ഒരു രോഗി ഒരു ദിവസം ഒരു കത്തിയുമായി അക്രമാസക്തനായി എങ്കിലും ദ്രോഹം ചെയ്യുന്നതിന് മുമ്പായി കീഴ്പ്പെടുത്തി. വിഷാദ രോഗിയായിരുന്ന ചിത്തഭ്രമമുള്ള ആളായിരുന്നു അയാൾ എന്നത് ഡോക്ടർക്ക് അറിഞ്ഞുകൂടായിരുന്നു. 1.5 വർഷങ്ങൾക്ക് ശേഷം ഏതാണ്ട് 10 പേർ ഈ കൂട്ടായ്മയിലൂടെ മദ്യവിമുക്തി നേടിയിരുന്നു. സമ്പാദ്യങ്ങളെല്ലാം ഇതോടെ തീർന്നു. ഡോക്ടർ സുബോധസ്ഥനായതിനാൽ പ്രാക്ടീസ് തുടങ്ങിയെങ്കിലും ഈ വരുമാനം ഒന്നിനും തികഞ്ഞിരുന്നില്ല. കടം വാങ്ങിയും ഡോക്ടർ കുടിയന്മാർക്കുള്ള പ്രവർത്തനങ്ങൾ തുടർന്നു. ഇതേ സമയം തന്നെ ഗ്രിഫിത്ത് തന്റെ ഭാര്യയുടെ സഹായത്തോടെ ബ്രൂക്ലിനിലുള്ള തന്റെ വീടും ഇതുപോലെ തന്നെ കുടിയന്മാർക്കായി തുറന്നു കൊടുത്തു. പുരാതനമായ കുടുംബത്തിൽ പിറന്ന ഗ്രിഫിത്തിന്റെ ഭാര്യ ഭർത്താവിനെ സഹായിക്കുന്നതിനായി ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ ജോലിക്ക് പോയി തുടങ്ങി. ജോലി കഴിഞ്ഞുള്ള സമയം കുടിയന്മാരെ സഹായിക്കുന്നതിനായി മാറ്റിവെച്ചു. ചെറിയ ഷെയർ ബിസിനസ് നടത്തി കുറെ പൈസയൊക്കെ ഗ്രിഫിത്തും സമ്പാദിച്ചു. പോരാത്തതിന് കടം വാങ്ങി. 1939 ആയപ്പോൾ ഡോക്ടർ ആംസ്ട്രോങ്ങും ഗ്രിഫിത്തും ചേർന്ന് ഏകദേശം 100 കുടിയന്മാരെ മദ്യവിമുക്തരാക്കിയിരുന്നു. 1939 ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന പേരിൽ ഒരു പുസ്തകം പുറത്തിറക്കി. പിന്നീട് കൂട്ടായ്മയ്ക്കും അവർ അതേ പേര് തന്നെ നൽകി. ആ പുസ്തകത്തിൽ തങ്ങളുടെ അനുഭവങ്ങളും മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള രീതികളും വിവരിച്ചിരുന്നു. പുസ്തകത്തിന്റെ പ്രചാരണം വർദ്ധിച്ചതോടൊപ്പം തന്നെ എഐയും പെട്ടെന്ന് തന്നെ വളർച്ച പ്രാപിച്ചു. ഇന്ന് ഡോക്ടർ ആംസ്ട്രോങ് തന്റെ പ്രാക്ടീസ് മെച്ചപ്പെടുത്താനായി ശ്രമിക്കുന്നു. ധാരാളം കടമുണ്ട്. കുടിയന്മാർക്കായി കൂടുതൽ സമയം ചെലവഴിക്കുന്നതിനാലും വരുമാനമെല്ലാം എഐക്കായി മാറ്റുന്നതിനാലും സാമ്പത്തിക ബുദ്ധിമുട്ടിൽ തന്നെയാണ്. സഹായ അഭ്യർത്ഥനയുമായി വന്ന ഒരാളെയും ഡോക്ടർ നിരാശപ്പെടുത്തിയില്ല. അദ്ദേഹത്തിന്റെ ഓഫീസിൽ സഹായം തേടിയിരുന്നവർ എപ്പോഴും നിറഞ്ഞു തിങ്ങിയിരുന്നു. ഗ്രിഫിത്ത് ആകട്ടെ ഇതിനും വലിയ സാമ്പത്തിക ഞെരുക്കത്തിലാണ്. സ്വന്തമായ ഒരു വീട് പോലുമില്ല അവർക്ക്. മറ്റുള്ള അംഗങ്ങളുടെ വീടുകളിൽ ആദ്യകാല ക്രിസ്തു മതക്കാരെ പോലെ മാറി അവർ താമസിച്ചു. ധരിക്കുവാനുള്ള വസ്ത്രങ്ങൾ പോലും പലപ്പോഴും മറ്റുള്ളവരുടെ ഔദാര്യം കൊണ്ടാണ് എന്ന് പറയാം.
ഈ കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിച്ചതിന് ശേഷം രണ്ടുപേരും റിട്ടയർ ചെയ്ത് സാമ്പത്തികമായി സ്വന്തം കാലിൽ നിൽക്കുവാൻ ആഗ്രഹിച്ചിരുന്നു. സ്വതന്ത്രമായി നിലനിൽക്കുന്നതിനാൽ കൂട്ടായ്മ തീർച്ചയായും വളരുമെന്നും വർദ്ധിക്കുമെന്നും അവർ വിശ്വസിച്ചിരുന്നു. ഒരു നേതാവോ പ്രത്യേക വിശ്വാസ സംഹിതകളോ ഇല്ലാത്തതിനാൽ തീർച്ചയായും ഒരു പ്രസ്ഥാനമായി വളരുമെന്നും അവർ വിശ്വസിക്കുന്നു. ന്യൂയോർക്ക് ഓഫീസിലുള്ള ഫയലുകളിൽ കൂട്ടായ്മകൾ സ്വതന്ത്രമായി തുടങ്ങുന്നതിനെ പറ്റിയും തുടരുന്നതിനെ പറ്റിയുള്ള കുറിപ്പുകൾ ലഭ്യമാണ്. ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന പുസ്തകം വായിച്ച ആളുകൾ കുടിയിൽ നിന്ന് മോചിതരാവുകയും തങ്ങളുടെ ഭവനങ്ങൾ മീറ്റിങ്ങുകൾക്കായി തുറന്നു കൊടുത്തതായും എഴുതിയിരിക്കുന്നു. ലിറ്റിൽ റോഡ് എന്ന സ്ഥലത്ത് സാമാന്യം വലിയൊരു കൂട്ടായ്മയും ഈ തരത്തിൽ തുടങ്ങിയതായി പറയുന്നു. അക്രോണിലുള്ള ഒരു സിവിൽ എഞ്ചിനീയർ ഈ തരത്തിൽ 4 വർഷങ്ങൾക്ക് മുമ്പ് മദ്യവിമുക്തി നേടിയതിന് നന്ദി സൂചകമായി കുടിയന്മാരെ തങ്ങളുടെ ഭവനത്തിൽ മീറ്റിംഗിനായി കൂട്ടിയിരുന്നു. 35 പേരോളം കുടിയന്മാരിൽ 31 പേർക്കും മദ്യത്തിൽ നിന്നും മാറി നിൽക്കുവാൻ സാധിച്ചു. ക്ലീവ്ലാൻഡിൽ നിന്നും 20ഓളം മദ്യപാനാസക്തർ അക്രോണിൽ നിന്നും ലഭിച്ച സന്ദേശവുമായി കൂട്ടായ്മ തുടങ്ങി. ക്ലീവ്ലാൻഡിൽ നിന്നും ചിക്കാഗോ, ഡെട്രോയിറ്റ്, സെന്റ് ലൂയിസ്, ലോസ് ആഞ്ചലസ്, ഇൻഡ്യാനാപോളിസ്, അറ്റ്ലാന്റ, സാൻ ഫ്രാൻസിസ്കോ, ഇവോൺവിൽ എന്നിങ്ങനെ സ്ഥലങ്ങളിലും മറ്റനവധി നഗരങ്ങളിലും കൂട്ടായ്മകൾ തുടങ്ങി. ശ്വാസകോശ രോഗം മൂലം ഹൂസ്റ്റണിലേക്ക് താമസം മാറ്റേണ്ടി വന്ന ഒരു പത്രപ്രവർത്തകൻ ഇവിടെ ഒരു പത്ര ഓഫീസിൽ ജോലി ചെയ്തിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണ് ലാറി ജെ എന്ന് പറഞ്ഞ ക്ലേവ്ലാൻഡിൽ വെച്ചിട്ട് നമ്മൾ ആ കോൺക്രീറ്റ് തറയിൽ മരവിച്ച് കിടന്ന് മരണത്തിന് തുല്യമായി കിടന്ന ലാറി ജെയെ പറ്റിയാണ് പറയുന്നത്. ശ്വാസകോശ രോഗമുള്ളതുകൊണ്ട് ഹൂസ്റ്റണിൽ നിന്ന് അദ്ദേഹം താമസം മാറ്റേണ്ടി വന്ന ഒരു പത്രപ്രവർത്തകനാണ്. ഇവിടെ ഒരു പത്ര ഓഫീസിൽ ജോലിക്ക് പ്രവേശിച്ചു. ധാരാളം ലേഖനങ്ങൾ ഈ പത്രം വഴി പ്രസിദ്ധീകരിച്ചതിന്റെ ഫലമായി ഒരു കൂട്ടായ്മ തുടങ്ങുകയും 35ഓളം കുടിയന്മാർ മീറ്റിംഗിൽ പങ്കെടുക്കുകയും ചെയ്തു. ഹൂസ്റ്റണിൽ നിന്നുള്ള ഒരാൾ മിയാമിയിൽ കൂട്ടായ്മയ്ക്കായി ശ്രമിച്ചു വരുന്നു. ക്ലീവ്ലാൻഡിൽ നിന്നുള്ള ഒരു സെയിൽസ്മാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂട്ടായ്മകൾ തുടങ്ങുവാൻ സഹായിച്ചിട്ടുണ്ട്. അംഗങ്ങളിൽ പകുതി പേർ പോലും മിസ്റ്റർ ഗ്രിഫിത്തിനെ കണ്ടിട്ടേയില്ല. കടുത്ത മദ്യാസക്തിയുടെ പല കോപ്രായങ്ങളും കണ്ടിട്ടുള്ള പൊതുസമൂഹത്തിന് കൂടി സംഭവിക്കുന്നത് അത്ഭുതകരമായ മാറ്റം തീർച്ചയായും അതിശയിപ്പിക്കുന്നത് തന്നെ. അത്തരത്തിൽ സുഖം പ്രാപിച്ച ഏതാനും ചിലരുടെ അനുഭവകഥകൾ താഴെ വിവരിക്കുന്നു. പേരുകൾ യഥാർത്ഥമല്ല എന്ന് പറഞ്ഞുകൊള്ളട്ടെ. സാറാ മാർട്ടിൻ എന്ന വനിത സ്കോട്ട് ഫിറ്റ്സ്ജെറാൾഡ് കാലത്തുള്ള ഒരു വനിതയായിരുന്നു. സമ്പന്നമായ കുടുംബത്തിൽ ജനിച്ച അവർ കിഴക്കൻ ബോർഡിംഗ് സ്കൂളിൽ തങ്ങളുടെ വിദ്യാഭ്യാസം ഫ്രാൻസിൽ അവസാനിപ്പിച്ചു. വിദ്യാഭ്യാസത്തിന് ശേഷം അവർ വിവാഹിതയായി. രാവെളുക്കുവോളം അവർ മദ്യപിച്ചും ഡാൻസ് കളിച്ചും ചെലവഴിച്ചു. മദ്യത്തിന് മേൽ അവർക്ക് നല്ല നിയന്ത്രണമുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഭർത്താവിന്റെ ഉദര രോഗത്തിന്റെ കാരണത്താൽ വിവാഹമോചനം അവർ നേടി. 1929 ദുരന്ത സമയത്ത് അവളുടെ സാമ്പത്തിക നില തകർന്നടിഞ്ഞു. അവർ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയാണ് ജീവിച്ചിരുന്നത്. 1932 അവർ പുതിയ അനുഭവങ്ങൾ തേടി പാരീസിലെത്തുകയും സ്വന്തമായി ബിസിനസ് തുടങ്ങുകയും ചെയ്തു. ബിസിനസ് വിജയമായിരുന്നു. അവർ മദ്യപാനം തുടരുകയും ആ അവസ്ഥ പഴയതിനേക്കാൾ നീണ്ടു നിൽക്കുകയും ചെയ്തു. 1931 കുടിച്ചു കൂത്താടിന് ശേഷം അവർ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നവൾ അറിയുന്നത് പിന്നീടാണ്. മറ്റൊരു കൂത്താടിന് ശേഷം അവൾ 1ാം നിലയിൽ നിന്ന് മുഖം കുത്തി ചാടുക തന്നെ ചെയ്തു. ഒടിഞ്ഞ അസ്ഥികൾ നേരെയാക്കുവാനും പല്ലുകൾ ശരിയാക്കുവാനും പ്ലാസ്റ്റിക് സർജറിയുമായി 6 മാസത്തോളമാണ് അവൾ ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു. 1936 സ്ഥലം മാറി താമസിച്ചാൽ ഒരു പക്ഷേ സാധാരണ നിലയിൽ കുടിക്കുവാനോ പറ്റുമെന്നുള്ള ധാരണയിൽ അമേരിക്കയിലേക്ക് തിരികെ പോകുവാൻ തീരുമാനിച്ചു. ഇടയ്ക്കൊന്ന് പറഞ്ഞുകൊള്ളട്ടെ, മിക്ക കുടിയന്മാർക്കും പലപ്പോഴും തോന്നാറുള്ളത് താമസം മാറ്റിയാൽ കുടി നിയന്ത്രിക്കാൻ പറ്റുമെന്നാണ്. ഏതായാലും തിരികെയുള്ള യാത്രയിൽ അമേരിക്കയിൽ എത്തുന്നതിന് വരെ ബോട്ടിൽ അവൾ അമിതമായി മദ്യപിച്ചുകൊണ്ടേയിരുന്നു. ന്യൂയോർക്കിൽ എത്തിയപ്പോഴാകട്ടെ ആ നഗരം അവളെ ഭയപ്പെടുത്തി. ഭയത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായി വീണ്ടും കുടിച്ചു. കയ്യിലുള്ള പൈസ തീർത്തപ്പോൾ സുഹൃത്തുക്കളിൽ നിന്ന് കടം വാങ്ങിക്കൂട്ടി. സുഹൃത്തുക്കൾ കടം കൊടുക്കാതെയായപ്പോൾ ബാറുകളിൽ ചുറ്റിപ്പറ്റി നിന്നു. അപരിചിതരിൽ നിന്നും ഇരന്നായി പിന്നെ കുടി. മാനസികമായ തകർച്ചയാണ് തന്റെ കുടിക്ക് കാരണമെന്നവർ ഇതുവരെയും കരുതി. പല ഡി അഡിക്ഷൻ സെന്ററുകളിൽ കയറിറങ്ങിയതിനു ശേഷമാണ് താനൊരു മദ്യാസക്ത രോഗിയാണെന്ന് അവർ മനസ്സിലാക്കിയത്. അവിടെയുള്ള ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവർ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ടു. ഇന്ന് അവൾ സുബോധവതിയായി മറ്റൊരു നല്ല ജോലി പ്രവേശിച്ചിരിക്കുന്നു. മദ്യപാനം മൂലം അവൾ ആത്മഹത്യയുടെ വക്കിലെത്തിയിരുന്ന മദ്യാസക്ത രോഗികളുടെ കൂടെ അവരെ സഹായിച്ചുകൊണ്ടവൾ രാത്രികളിൽ ചെലവഴിക്കുന്നു. 30 വയസ്സിന് മുകളിലുള്ള അവൾ ഇന്നും ശാന്തത അനുഭവിക്കുന്ന വളരെ സുന്ദരിയായ ഒരു വനിതയാണ്. ഏതായാലും പ്ലാസ്റ്റിക് സർജൻ പാരീസിൽ അവരുടെ സൗന്ദര്യം തിരികെ നൽകി എന്ന് വേണം കരുതുവാൻ. വാട്കിൻസ് എന്ന പേരായ ഒരു ഷിപ്പിംഗ് ക്ലാർക്കിൻ്റെതാണ് അടുത്ത അനുഭവകഥ. ഒരു ലിഫ്റ്റ് അപകടത്തിൽ പരിക്കേറ്റ അയാൾക്ക് കമ്പനി ശമ്പളത്തോടെ അവധി നൽകി. ചികിത്സാ സമയത്ത് അയാൾക്ക് മറ്റൊന്നും തന്നെ ചെയ്യാനുണ്ടായിരുന്നില്ല. സാധാരണ രീതിയിൽ മദ്യപിച്ചു കൊണ്ടിരുന്ന അയാൾ ക്രമേണ മാസങ്ങളോളം നീളുന്ന കുടിച്ചു കൂത്താടുന്നതിന് അടിമയായി. വീട്ടു സാധനങ്ങളെല്ലാം വിറ്റു തൊലച്ചു. ഭാര്യ 3 മക്കളെയും കൊണ്ട് അയാളെ ഉപേക്ഷിച്ചു പോയി. 11 വർഷങ്ങൾക്കിടയിൽ അയാൾ 12 തവണ അറസ്റ്റ് ചെയ്യപ്പെട്ടു.
8 പ്രാവശ്യത്തോളം അയാളെ കരുതൽ തടങ്കലിൽ ശിക്ഷിച്ചു. ഒരിക്കൽ അയാൾ തന്റെ ഉന്മാദാവസ്ഥയിൽ സർക്കാർ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് സാധാരണ ജോലിക്കാരെ കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചുവെന്ന് പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു. ജയിലിനുള്ളിൽ അതൊരു കലാപത്തിന് വഴിവെച്ചു. മറ്റൊരു തവണ മുകളിലത്തെ നിലയിലുള്ള തടവുകാരൻ തന്റെ മേൽ ഈയം ഉരുക്കി ഒഴിക്കുന്നതായി പറഞ്ഞു. തന്റെ കൈത്തണ്ടകളും കഴുത്തും അദ്ദേഹം ബ്ലേഡ് കൊണ്ട് മുറിച്ചു. 86 തുന്നലുകളോടെ ആശുപത്രിയിലാക്കപ്പെട്ട അയാൾ ഇനി ഒരിക്കലും മദ്യപിക്കില്ല എന്ന് തീരുമാനമെടുത്തു. പക്ഷെ അയാളുടെ മുറിവുണങ്ങും മുമ്പ് തന്നെ വീണ്ടും അയാൾ മദ്യപത്തിലേക്ക് മഴുതി വീണു. 2 വർഷങ്ങൾക്ക് മുമ്പ് അയാളോടൊത്ത് മദ്യപിച്ചിരുന്ന ഒരു AA മെമ്പർ അയാളെ AA കൂട്ടായ്മയിൽ എത്തിച്ചു. അതിനുശേഷം അയാൾക്ക് കുടിക്കേണ്ടി വന്നിട്ടില്ല. ഇന്ന് അയാളുടെ ഭാര്യയും കുട്ടികളും തിരികെ വന്നിരിക്കുന്നു. വിറ്റഴിച്ച വീട്ടു സാധനങ്ങൾ തിരികെ എത്തിയിരിക്കുന്നു. ചെറിയ മോഷണങ്ങൾ നടത്തിയും മദ്യപാനത്തിലാണ്ട അയാൾ ഇന്ന് ഏകദേശം $2000 കടവും വീട്ടി മറ്റൊരു ജോലിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് അയാൾ. അയാളുടെ അടുത്ത ലക്ഷ്യം സ്വന്തമായ ഒരു വാഹനം വാങ്ങുക എന്നാണ്. 22 വയസ്സുള്ള ട്രേസി എന്ന പേരുള്ള ചെറുപ്പക്കാരനാണ് അടുത്ത കഥ. ധനാഢ്യരായ മാതാപിതാക്കൾക്ക് ജനിച്ച അയാൾ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ ക്രെഡിറ്റ് മാനേജറായിരുന്നു. സ്റ്റോക്ക് മാർക്കറ്റിന്റെ തകർച്ചയോടെ ആ സ്ഥാപനവും പൂട്ടിപ്പോയി. ഒരു പരസ്യ കമ്പനിയിൽ ജോലിയിൽ കയറിയ അയാളുടെ വാർഷിക ശമ്പളം $23,000 ഉയർന്നു. അയാളുടെ മകൻ ജനിച്ച ദിവസം തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടു. അതിന് കാരണം ബോസ്റ്റണിൽ ഒരു വലിയ കരാർ ഉറപ്പിക്കുന്നതിനായി പുറപ്പെട്ട അയാൾ കുടിച്ചു കൂത്താടി ചിക്കാഗോയിലാണ് എത്തിയത്. അതായിരുന്നു കാരണം. ഹെയർ ടോണിക് പോലും ഉപയോഗിച്ചിരുന്ന അയാൾ പോലീസുകാരോട് പോലും പൈസയ്ക്കായി യാചിച്ചു. നല്ല തണുപ്പുള്ള ഒരു മഴ ദിവസം രാത്രി മദ്യപിക്കുന്നതിന് അയാൾ തന്റെ ഷൂസ് വിറ്റു. ഒരു റബ്ബർ ഷൂസിൽ കടലാസ് തിരുകി തണുപ്പിൽ നിന്ന് രക്ഷ നേടുവാൻ അയാൾ ശ്രമിച്ചു. മാനസിക ആരോഗ്യ കേന്ദ്രങ്ങൾ തോറും അയാൾ കയറിയിറങ്ങിയത് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി മാത്രമായിരുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിലെ ഡോക്ടർ അയാളെ AAക്ക് പരിചയപ്പെടുത്തി. കത്തോലിക്ക മതവിശ്വാസിയായിരുന്ന അയാൾ ദേവാലയത്തിൽ പോവുകയും കുമ്പസാരിക്കുകയും ചെയ്തു. വർഷങ്ങളോളം ചെയ്യാതിരുന്നൊരു കാര്യമായിരുന്നു അത്. പല പ്രാവശ്യം അയാൾ മദ്യപാനത്തിലേക്ക് വീണെങ്കിലും 1939 അയാളുടെ അവസാനത്തെ വീഴ്ചയ്ക്ക് ശേഷം പിന്നീട് ഒരിക്കലും മദ്യപിക്കേണ്ടി വന്നിട്ടില്ല. വാർഷിക ശമ്പളം $10,000 സുബോധവനായി ജോലി ചെയ്ത് ജീവിക്കുന്നു. ബ്രൂസ്റ്റർ എന്ന് സാഹസികമായി ജീവിതം നയിച്ചിരുന്ന ഒരാളുടെ അനുഭവങ്ങൾ വിക്ടർ ഹ്യൂഗോയെ പോലെ രസിപ്പിച്ചേക്കാം. ബ്രൂസ്റ്റർ ഒരു മരം വെട്ടുകാരനായും കന്നുകാലികളെ പരിപാലിക്കുന്നവനായും യുദ്ധസമയങ്ങളിൽ വിമാനം പറപ്പിക്കുന്നവനായും ജോലി ചെയ്തിരുന്നു. യുദ്ധാനന്തരം മദ്യപാനത്തിന് മുഴുകിയ അയാൾ പല മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളും കയറിയിറങ്ങി. ഷോക്ക് ട്രീറ്റ്മെന്റിനെ പറ്റി അറിയാനിടയായ അയാൾ ഒരു മോർച്ചറിയുടെ കാവൽക്കാരനായ നീഗ്രോയെ സിഗരറ്റും മറ്റും കൊടുത്ത് തന്റെ പാട്ടിലാക്കി. അതിനുശേഷം മൃതശരീരത്തോടൊപ്പം ധ്യാനനിരതനായി അയാൾ സമയം ചെലവഴിച്ചു. പക്ഷെ ഒരു ദിവസം കൊണ്ടുവന്ന മൃതശരീരം പല്ലിളിച്ച രീതിയിലായിരുന്നു. അതോടെ ആ പരിപാടി അയാൾ നിർത്തി. പക്ഷെ മോർച്ചറിയിൽ ചെലവഴിച്ച സമയത്ത് അയാൾക്ക് മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധിച്ചു. 1938 ഡിസംബറിൽ അയാൾ AAയുമായി ബന്ധപ്പെടുകയും മദ്യത്തിൽ നിന്ന് മോചനം നേടുകയും ചെയ്തു. ഒരു സെയിൽസ്മാന്റെ ജോലി സ്വീകരിച്ച അയാൾ ധാരാളം കാൽനടയായി നടക്കേണ്ടതുണ്ട്. അതിനിടയിൽ അയാളുടെ 2 കണ്ണുകളിലും തിമിരം ബാധിച്ചു. ഒരു കണ്ണിലെ തിമിരം ഭേദമാക്കിയെങ്കിലും മറ്റേ കണ്ണ് അതുപോലെ തന്നെ തുടർന്നു. തൽഫലമായി ഒരു കട്ടിക്കണ്ണട ധരിച്ച് കണ്ണുകൊണ്ട് ദീർഘദൃഷ്ടിയും മറ്റേ കണ്ണ് ഹ്രസ്വദൃഷ്ടിയുമായി തുടർന്നു. തിമിരമുള്ള കണ്ണുകൾ വികസിക്കുന്നതിനുള്ള മരുന്ന് ഉപയോഗിച്ച് വാഹനാപകടങ്ങളിൽ നിന്നും രക്ഷ നേടിയിരുന്നു. ഇതിനിടെ അയാളുടെ നടത്തം കാരണം കാലുകളിൽ നീര് വന്നിരുന്നു. ഈ വൈകല്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് തന്നെ അയാൾ തെരുവുകൾ തോറും നടന്ന് ജോലി ചെയ്യുന്നു. എങ്കിലും 6 മാസത്തോളം എടുത്തു അയാൾക്ക് വരുമാനം എന്ന് പറയാൻ മാത്രം സമ്പാദ്യമുണ്ടാക്കുവാൻ. ഇന്ന് 50 വയസ്സുള്ള അയാൾ സുബോധവാനായി ഈ വൈകല്യങ്ങളെല്ലാം മറന്നുകൊണ്ട് സെയിൽസ്മാൻ എന്ന തന്റെ ജോലി തുടർന്നുകൊണ്ട് നന്നായി ജീവിക്കുന്നു. ഇന്ന് നമ്മൾ മുകളിൽ വിവരിച്ച ബ്രൂസ്റ്റൺ, മാർട്ടിൻ, വാട്കിൻസ്, ട്രേസി പോലുള്ള ധാരാളം ആളുകളെ നമുക്ക് അവരവർ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ കണ്ടുമുട്ടുവാൻ സാധിക്കും. നഗരങ്ങളിലും പട്ടണങ്ങളിലും AA അംഗങ്ങൾ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഭക്ഷണശാലകളിലും ഹോട്ടലുകളിലും കണ്ടുമുട്ടുന്നു. ക്ലേവ്ലാൻഡിൽ AA അംഗങ്ങൾ പുതുവർഷ ദിനത്തിലും മറ്റ് ആഘോഷ ദിനങ്ങളിലും വലിയ പാർട്ടികൾ നടത്തുന്നു. പക്ഷെ ധാരാളം കാപ്പിയും മദ്യരഹിതമായ പാനീയങ്ങളും മാത്രമാണ് അവിടെ വിളമ്പാറ്. ചിക്കാഗോയിൽ എല്ലാ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ തുറന്ന മീറ്റിങ്ങുകൾ നടത്തുന്നു. അതിനാൽ തന്നെ മദ്യാസക്ത രോഗികൾ ഇങ്ങനെ വീക്കെൻഡ്സ് എങ്ങനെ ചെലവഴിക്കാമെന്നോർത്ത് ഏകാന്തത അനുഭവിക്കേണ്ടി വരുന്നില്ല. ഇത് വടക്ക്, കിഴക്ക്, തെക്ക് എന്നിങ്ങനെ സ്ഥലങ്ങളിൽ മാറി മാറി മീറ്റിങ്ങുകൾ നടത്തുന്നതിനാൽ എല്ലാ AA അംഗങ്ങൾക്കും മാറി മാറി മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നത് മൂലം മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ സാധിക്കുന്നു. ചില സ്ഥലങ്ങളിൽ ചീട്ടുകളി വിനോദങ്ങളിൽ ഏർപ്പെടുന്നു. വിജയിക്കുന്നവർ തങ്ങളുടെ സമ്മാനത്തുക AA കിറ്റുകളിൽ നിക്ഷേപിക്കുന്നു. ഡാൻസ് ചെയ്യുക, പാട്ട് കേൾക്കുക, ഭക്ഷണം കഴിക്കുക, റേഡിയോ ശ്രദ്ധിക്കുക, വെറുതെ സംസാരത്തിൽ മുഴുകിയിരിക്കുക,
ഇതൊക്കെ ചെയ്ത് മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ ശ്രമിക്കുന്നു. മിക്കവാറും എല്ലാ മദ്യാസക്ത രോഗികളും ഇങ്ങനെ ഒരു അവസരം ലഭിക്കാനായി ശ്രമിക്കുന്നു. ഇവരെല്ലാം ഇങ്ങനെ മദ്യാസക്ത രോഗികളായി എന്നതിന്റെ ഉത്തരം തന്നെ ഇവിടെ ഏറ്റവും അധികം സാമൂഹിക സ്നേഹമുള്ളവരും സാമൂഹികത ഇഷ്ടപ്പെടുന്നവരുമാണ് എന്നുള്ളതാണ്. പിന്നീട് 12 പാരമ്പര്യങ്ങൾക്ക് ശേഷമാണ് ജാക്ക് അലക്സാണ്ടറിന്റെ ഈ ലേഖനം അവസാനിക്കുന്നത്. നമുക്കറിയാം ഈ ലേഖനം ആൽക്കഹോളിക്സ് അനോണിമസിനെ സംബന്ധിച്ചിടത്തോളം എയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ലേഖനമാണ്. ഞാൻ അതിനകത്ത് കാര്യങ്ങൾ മാത്രമാണ് അത് കൃത്യമായിട്ട് തന്നെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു തന്നത് മറ്റൊരു അംഗമാണ്. അപ്പൊ അത് 3-4 വർഷം മുമ്പ് അത് കിട്ടിയത് കൊണ്ട് ഇന്ന് നമുക്ക് ഈ പരിപാടി അവതരിപ്പിക്കാൻ പറ്റി. ഇതിനകത്ത് പറയുന്ന ഡോക്ടർ ഫോസ്റ്റർ കെന്നഡിയെ പറ്റി നമുക്കറിയാം. അത് വൈദ്യശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്ന ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ബുക്കിന്റെ ഏറ്റവും ബാക്കില് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് വിവരിക്കുന്നുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിനെ അംഗീകരിച്ചുകൊണ്ട് ഡോക്ടർ സിൽക്വർത്ത് എഴുതിയ മുഖക്കുറിപ്പിന് ശേഷം നമുക്കറിയാം ഡോക്ടർ സിൽക്വർത്തിന്റെ അഭിപ്രായത്തിന് ശേഷം ലോകം മുഴുവനുമുള്ള വൈദ്യശാസ്ത്ര സംഘടനകളും ചികിത്സകരും അവരുടെ അംഗീകാരം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ന്യൂയോർക്ക് സംസ്ഥാനത്തെ മെഡിക്കൽ സൊസൈറ്റിയുടെ വാർഷിക യോഗത്തിൽ 1944 വാർഷിക യോഗം നടന്നത്. എയെ പറ്റിയുള്ള പ്രബന്ധത്തെ അടിസ്ഥാനമാക്കിയുള്ള ഡോക്ടർമാരുടെ ഉദ്ധരണികളാണ് താഴെ ചേർക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബിഗ് ബുക്കിന്റെ അവസാന പേജുകളിൽ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന പ്രൊഫസർ കെന്നഡി 1884 ഫെബ്രുവരി 7 ബെൽഫാസ്റ്റ് അയർലൻഡിലാണ് ജനിക്കുന്നത്. അതായത് നോർത്തേൺ അയർലൻഡാണ് ജനിക്കുന്നത്. തന്റെ ജീവിതത്തിന്റെ ഏറിയ പങ്കും അമേരിക്കയിലാണ് ചെലവഴിച്ച ഇദ്ദേഹം ഫോസ്റ്റർ കെന്നഡി സിൻഡ്രം എന്ന് പറയുന്ന ഒരു മാനസിക അവസ്ഥയെ പറ്റി കണ്ടുപിടിക്കുകയും കപ്ലൻ കെന്നഡി ടെസ്റ്റിലൂടെ ഒരു മാനസിക രോഗിയെ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്ത ഒരാളാണ്. അപ്പൊ ഇയാള് നമുക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള ഒരു കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ഈ ലേഖനത്തിന്റെ എല്ലാം കൃത്യമായിട്ട് പറഞ്ഞ് ഞാൻ കൂടുതൽ എന്റെ അഭിപ്രായങ്ങളൊന്നും മിക്സ് ചെയ്തിട്ടില്ല. അതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു.